നമ്മളിപ്പോൾ ഊബറിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല രീതിയിലുള്ള റേറ്റും പല രീതിയിലുള്ള വണ്ടികളാണ് കാണുന്നത്. കോട്ടയത്ത് പോയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യണതാണ്, ഊബർ ഓൺ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം വന്ന് കാറടിച്ച് പൊളിക്കും. പറയണ ഭീഷണിയാണ്. ഞാൻ വിളിച്ചാൽ ഇപ്പോൾ ഒരു 5-6 പേര് വരും. അവിടെ നിന്ന് ട്രിപ്പ് എടുത്താനുള്ള സംഭവമാണ്. ഓട്ടോ സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ രാവിലെ മുതൽ ആൾക്കാർ വൈകിട്ട് വരെ വന്ന് പത്രം വായിച്ച് വണ്ടിയും ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന നമുക്ക് കാണുന്ന ഒരു കാഴ്ച പണ്ട് പോലെ ഉണ്ടായിരുന്ന കാഴ്ചയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓടിക്കൂടാ? ഏജ്ഡുള്ള ആൾക്കാർ, ടെക്നോളജി ബുദ്ധിമുട്ടുള്ള ഹാൻഡിക്കാപ്പ് 20% they don't want to do it. ഇവിടെയാണ് ഈ മാക്സിമം ആളുകളെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. I mean, main thing income ഇല്ല, but the experience is amazing. എനിക്ക് 500 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ 500 രൂപയാണ് എന്നുള്ളത് കാണിക്കുമോ? തോന്നിയതുപോലെ അവൻ പറയും ഇത്ര രൂപ തരും എന്നുള്ളത് പറയും. കസ്റ്റമറുടെ റേറ്റ് ഒരു ഫിക്സ് ഇല്ല, പക്ഷേ ഞങ്ങളുടെ റേറ്റ് ചിലപ്പോൾ ഫിക്സ് ആയിരിക്കും. ഈ കേരള സഫാരി ലൈൻ ദിസ് നോ കട്ടിങ് ഇല്ല അല്ലേ? നോ 5% കട്ടിങ്, നോ കമ്മീഷൻ, നത്തിങ്. 200 രൂപ മാത്രം കിട്ടിയ ദിവസമുണ്ട് എനിക്ക്. Uber is just for the site. This is where I earn my business. Once you identify the customer, he's your customer for the lifetime. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തനിലേക്ക് സ്വാഗതം. നമ്മുടെ പോഡ്കാസ്റ്റിൽ പല കാറ്റഗറിയിലുള്ള പല തരത്തിലുള്ള പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത് ഇവിടെ എറണാകുളത്ത് നിന്നുള്ള 2 പേരാണ്. ഫെബിൻ ആൻഡ് ഗോവിന്ദ് ജി. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഫുൾ നെയിം എന്താ? റിതൻ ഗോവിന്ദ് ജി. ഗോവിന്ദ് ജി. പുള്ളി ഒരു ഗുജറാത്തി മലയാളി ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവർ 2 പേരും എറണാകുളത്ത് യൂബർ ഓടുന്നു. ഓൺലൈൻ ടാക്സി ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിന്ന് ഓൺലൈൻ ടാക്സിക്കാരുടെ പ്രശ്നങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസുകളും ഒക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഫെബിൻ എവിടെ ശരിക്കും സ്ഥലം? എൻ്റെ വീട് പള്ളുരുത്തിയിലാണ്. കൊച്ചിക്കാരാണ്. ഞാൻ പഠിച്ചത് ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാള് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ചാടി കൊച്ചി, നമ്മുടെ ഇന്റർനാഷണൽ സിയാലിൽ തന്നെ. അവിടെ നിന്ന് നേരെ ലുലു മാളിൽ ജി ഷോക്കിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൽ നിന്നും ഒരു കൊറോണ നമുക്ക് എല്ലാവർക്കും ഒരു സൈഡ് ബ്രേക്ക് തന്നല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ റിലേഷനാണ് നമുക്ക് താല്പര്യം. കസ്റ്റമറായിട്ട് സംസാരിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര, സാറിനെ പോലെ തന്നെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എന്തിലേക്ക് ഇൻ്റെ അടുത്തത് പോകും. വീട്ടുകാരൊക്കെ ഒരു ഇത്രയും പഠിപ്പിച്ചിട്ട് ഇവനെ ഒരു ടാക്സി ഫീൽഡിലേക്ക് കറക്കുന്ന ഒരു സീൻ. കറങ്ങിത്തിരിഞ്ഞ് ട്രാവൽ ചെയ്യണം, കറക്കണം, ഇതൊക്കെ തന്നെ ഒരു മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് ഊബർ ഇതിനൊക്കെ പറ്റി കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, ഇതെല്ലാം കിട്ടിയ ഒരു സംഭവം എനിക്ക് ഊബറാണ്. നമ്മൾ മൈൻഡ് റിലാക്സ് ആണ്, ട്രാവൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുറേ പേർ പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. യെസ്. അപ്പോൾ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫിനാൻഷ്യലി അതിനെക്കാട്ടിലൊക്കെ ബെറ്റർ ആണോ ഊബറിൽ ടാക്സി ഓടുമ്പോൾ കിട്ടുന്നത്? ബെറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെട്ട നമുക്ക് ഏൺ ചെയ്യാം. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, നമുക്ക് ആ ഏർണിങ്സിലേക്കൊക്കെ പിന്നീട് പതുക്കെ വരാം. അപ്പോൾ അതാണ് താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പം എത്ര വർഷമായി ഇപ്പം ഓൺലൈൻ ടാക്സിയിൽ? 2 വർഷമായി. 2 വർഷമായിട്ട് ഫുൾ ടൈം എന്നൊക്കെ പറയാ. ഇടയ്ക്ക് എല്ലാത്തിന്നും ഒരു ചെറിയൊരു പഠിപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെറിയൊരു ബ്രേക്ക് ഇടും, അങ്ങനെ കയറും. സ്വന്തം വണ്ടിയാണ്? ഓക്കെ, ഫൈൻ. അപ്പോൾ ഗോവിന്ദ് ജിയിലേക്ക് വരികയാണെങ്കിൽ, ഗോവിന്ദ് ജി ശരിക്കും യു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കേരള? കൊച്ചിനിലാണ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആണ്. എന്നാലും മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ടില്ല. ഇല്ല, പറഞ്ഞ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത്. ശരി. അപ്പോൾ ഞാൻ ജനിച്ച മട്ടാഞ്ചേരിയിലാണ്. പിന്നെ ബിസിനസ്സായിട്ട് ഷിഫ്റ്റ് ചെയ്ത് എറണാകുളം MG റോഡിലായിരുന്നു എൻ്റെ കട. എന്ത് കടയായിരുന്നു? എനിക്ക് സ്വീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല? ഇപ്പോൾ ഷോപ്പ് മൂട്ടി 2019 ക്ലോസ് ആയി. ശരി. അത് കഴിഞ്ഞിട്ട് വേറെ ബിസിനസ് ചെയ്യാൻ മുമ്പ് അപ്പോൾ വൈഫ് പറഞ്ഞ് ബെറ്റർ ഡു സംതിങ്. അപ്പോൾ അന്ന് സൊമാറ്റോയിൽ കയറി 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി. പിന്നെ ഈ കാർ ഉണ്ടായിരുന്നു വീട്ടിൽ. വെച്ച് വൈ നോട്ട് യൂബർ. അങ്ങനെ യൂബറിൽ കയറി, കാർ കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ആയിരുന്നു, അത് ടാക്സി കൺവേർട്ട് ചെയ്ത് അങ്ങനെ യൂബർ കയറി. എത്ര വർഷമായി യൂബർ കയറിയിട്ട്? ഓൾമോസ്റ്റ് 3.5 years. ഓക്കെ, 3.5 years ആയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. മെയിൻ തിങ് ഇൻകം ഇല്ല, ഇൻകം നോക്കണ്ട, ബട്ട് ദ എക്സ്പീരിയൻസ് ഇസ് അമേസിങ് എക്സ്പീരിയൻസ്. ഓക്കെ, ആൾക്കാർ കാണാം, പുതിയ ആൾക്കാർ കാണാം, പുതിയ ലൊക്കേഷൻ കാണാം. കൊച്ചിൻ കാണാത്ത ലൊക്കേഷനാ കാണാൻ തുടങ്ങി. അപ്പം ഇത് അങ്ങനത്തെ ലൊക്കേഷൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അത് യൂബർ വെച്ച് കാണാൻ തുടങ്ങും. അത് യൂബറില്ല, ഇൻക്ലൂഡിങ് സൊമാറ്റോ, സ്വിഗ്ഗിയിലെ കാണാം. ഓക്കെ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ്. പിന്നെ ഓരോ ആൾക്കാർ കാണാം,
we'll see different type of people, everyone, different type of people, different views. അങ്ങനെ കുറേ I mean, it's a good experience, you know, ഓക്കെ, except the income part. എക്സെപ്റ്റ് ദ ഇൻകം പാർട്ട്. ഓക്കെ ഓക്കെ, അത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പലരും പറയുന്നത്. ശരിക്കും നമ്മളിവിടെ ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കാനോ ആരെയോ താഴ്ത്തിക്കെട്ടി കാണിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്തകളാണ് ഈ ഓൺലൈൻ ടാക്സി ഉപയോഗിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ ഈ ഓൺലൈൻ ടാക്സി ഉപയോഗിക്കുന്ന ആൾക്കാരെ പല സ്ഥലത്ത് അവരെ ഉപദ്രവിക്കുന്നതായിട്ടും അവരെ അവിടെ നിന്ന് ഓട്ടോ എടുക്കാൻ എന്താ പറയുക പോകുമ്പോഴത്തേക്കിനും പലതരത്തിലുള്ള ഭീഷണികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ പിന്നെ നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്തൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ചാണ് ഇവരെ വിളിച്ചത്. ഇനി ഉബർ ഓടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം അല്ലേ, ഞങ്ങൾക്ക് വന്ന് നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം. എന്നാലും ഒരു ഓൺലൈൻ ടാക്സി എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏതൊരു രാജ്യത്ത് പോയാലും ഞാൻ ആദ്യം നമ്മൾ എയർപോർട്ടിൽ നിന്നാണല്ലോ നമ്മളെ പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാനായിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വെൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് അഫോർഡബിൾ. കാരണം നമുക്ക് ഒരു 10 യൂറോ എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് എത്താം. നേരെ മറിച്ച് ഞാൻ അവിടെ ഒരു ടാക്സി എടുക്കണമെങ്കിൽ 100 യൂറോയോ 150 യൂറോ കൊടുക്കേണ്ടി വരും. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മളിവിടുത്തെ പോലല്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം എനിക്കൊരു 15,000 20,000 രൂപയൊക്കെ ആവും. അപ്പം നമ്മൾ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ എടുക്കും. അത് എത്ര കാശുള്ളവരാണെങ്കിലും മാക്സിമം അവിടെ കാശുള്ളവൻ കാശില്ലാത്തവൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഏറ്റവും കൂടുതൽ ഞാൻ ആ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ജപ്പാനിലൊക്കെയാണ്. ഞാൻ ജപ്പാനിൽ പോയ സമയത്തൊക്കെ അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു തവണ എനിക്ക് അവിടെ ലോക്കൽ ടാക്സി വിളിക്കേണ്ടി വന്നു. ലോക്കൽ ടാക്സി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഏകദേശം 3 കിലോമീറ്റർ പോകാനായിട്ട് എനിക്ക് ഏതാണ്ട് 3000 രൂപയായി. ഇവിടുത്തെ നമ്മുടെ 3000 രൂപ, കാരണം അത്ര എക്സ്പെൻസീവാണ്. കാരണം അവിടെ ടാക്സി വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ എവിടെയാണെങ്കിലും ആ ടോക്കിയോ നഗരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യമുണ്ട്. 10 മിനിറ്റ് മാക്സിമം നടക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നടക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രെയിനോ ഒരു ബസ്സോ എന്തെങ്കിലും ഒരു സിസ്റ്റം, മെട്രോ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്ര എഫിഷ്യൻ്റ് ആണ് അവിടുത്തെ സിസ്റ്റം. പിന്നെ ടാക്സി പൊതുവെ പല രാജ്യങ്ങളിലും എക്സ്പെൻസീവാണ്. ഈ ടാക്സികൾ വളരെ ചീപ്പായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ഇന്ത്യയിൽ ചീപ്പാണ്, ചൈനയിൽ ചീപ്പാണ്, പിന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ചീപ്പാണ്. ഇപ്പോൾ ഞാൻ അമേരിക്ക പോയാൽ പോലും ടാക്സിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ പൊതുവേ ആ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഈ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം നല്ല റേറ്റാണ്. നമ്മുടെ വണ്ടിയെക്കാട്ടി വേഗതയിലായിരിക്കും അവിടുത്തെ വണ്ടിയുടെ ടാക്സി മീറ്ററൊക്കെ ഓടുന്നത്, അത്ര സ്പീഡായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഏത് രാജ്യത്ത് പോയാലും നമുക്കൊരു ടാക്സി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആ രാജ്യത്തെ ഒരു ഓൺലൈൻ ആപ്പ് എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ തായ്ലൻഡും മലേഷ്യ സിംഗപ്പൂരൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്പാണുള്ളത്. ഗ്രാബ് എന്ന് പറയുന്നത് ഉബർ പോലെ തന്നെയുള്ള മറ്റൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ മൊത്തം ഗ്രാബാണ്. ചൈനയിൽ പോയി കഴിഞ്ഞാൽ ദീദി എന്ന് പറഞ്ഞൊരു ആപ്പാണുള്ളത്, അവിടെ അത് മാത്രമേ ഉള്ളൂ. അതാണ് അവിടുത്തെ സംഭവം. അപ്പോൾ ഈ യൂബർ എന്ന് പറയുന്നത് ഇന്ത്യ പിന്നെ ബാക്കി യൂറോപ്പ് US വഴി ഭാഗങ്ങളിലൊക്കെ കൂടുതലും യൂബറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓല എന്നൊക്കെ പറഞ്ഞ ആപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓലയ്ക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ പ്രാദേശിക ആപ്പുകൾ പല സംസ്ഥാനങ്ങളിലും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും പ്രാദേശിക ആപ്പുകളും വേറെ ഉണ്ട്, ഉബർ മാത്രം കുത്തകയല്ല. അവിടെയും പല മറ്റേ ഇൻഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല ആപ്പുകളും ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഏതെങ്കിലും ഒരു അവിടുത്തെ പോപ്പുലറായിട്ടുള്ള ഒരു ഓൺലൈൻ ടാക്സി നമ്മൾ സെലക്ട് ചെയ്യും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ ഫേസ് ചെയ്യുന്നത്, നമ്മൾ ഒരു എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് ഈ മാക്സിമം ആളുകളെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു രാജ്യത്ത് അല്ലെ ഒരു സ്ഥലത്ത് ഇവിടുന്ന് കോഴിക്കോടിനെ പറ്റി ഒരു അറിയാത്ത ഒരാൾ കോഴിക്കോട് പോയി ഇറങ്ങുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് അയാൾ താമസിക്കുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ അറിവുണ്ടാവില്ല എങ്ങനെയായിരിക്കും പോകാൻ പറ്റുക. അപ്പോൾ അത് മാത്രമല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിതനായിട്ടായിരിക്കും ചെന്നിറങ്ങുന്നത്, കയ്യിൽ പെട്ടി സാധനങ്ങളുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു ടാക്സിക്കാരനായാലും ഓട്ടോക്കാരനെ കയറും, അവൻ പറയുന്ന റേറ്റ് വെച്ചിട്ട് കയറി അങ്ങ് പോകും. അതാണ് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ ചൂഷണം നടക്കുന്നത്. ഈ ഓൺലൈൻ ടാക്സികൾ വന്നപ്പോഴത്തേക്കിനും നമുക്ക് നേരത്തെ മുൻകൂട്ടി നമുക്കൊരു ഫിക്സഡ് റേറ്റ് അറിയാൻ പറ്റുന്നു. എനിക്ക് പോകേണ്ട ദൂരത്തേക്ക് ഇത്ര രൂപയാവും, പിന്നെ എനിക്ക് പോകേണ്ട റൂട്ട് അതിൽ കാണുന്നു, വരുന്ന ഡ്രൈവറെ പറ്റിയുള്ള ഇൻഫർമേഷൻ അറിയുന്നു, ഡ്രൈവറുടെ റേറ്റിംഗ് കിട്ടുന്നു, ഡ്രൈവർ ഏത് വണ്ടിയിലാണ് വരുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയുന്നു. പിന്നെ എനിക്ക് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എനിക്ക് ഈ സംഭവം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു.
അപ്പോൾ അങ്ങനെ ഒത്തിരി സേഫ്റ്റി മെഷേഴ്സും കൂടെ ഇതിലുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും ഞാനൊരു സുരക്ഷിതനാണ് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. നേരെ മറിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു പരിചയമില്ലാത്തൊരു ടാക്സിക്കാരനെ വിളിച്ചാൽ ഇവൻ എന്നെ എവിടെ കൊണ്ടുപോകും, ഇവൻ എന്നെ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. ഇവൻ ഒറിജിനൽ ടാക്സിക്കാരനാണോ എന്നുപോലും നമുക്കറിയില്ല ചില സമയത്ത്, പല സമയത്തും. കാരണം എല്ലാവരും യൂണിഫോമിലും ID കാർഡും ഒന്നും ഇല്ലല്ലോ, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ, പല സ്ഥലത്തും അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതാണ് നമ്മളെപ്പോലുള്ള യാത്രകൾ ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ ടാക്സികൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഉപകരിക്കുന്നത്. പല സ്ഥലത്തും എവിടെയെങ്കിലും ഓൺലൈൻ ടാക്സി ഇല്ലാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടോ അവിടെ നമ്മൾ അറുത്ത് കൊന്നിട്ടുണ്ടാവും. അത് പലയിടത്തും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കരീബിയൻ യാത്രകളിലൊക്കെ ഒന്നാമത് അവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്ററൊക്കെ പോകാനായിട്ട് 20, 30, 40, 50 ഡോളറൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്ര എക്സ്പെൻസീവാണ്. അപ്പോൾ അവിടെ ഈ സംഭവങ്ങളൊന്നുമില്ല, കാരണം ചെറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ഓൺലൈൻ ടാക്സിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഈ പാസഞ്ചേഴ്സിൻ്റെ, ഞാൻ എൻ്റെ പാസഞ്ചേഴ്സിൻ്റെ ആസ്പെക്റ്റ് പറയും, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറ്റൊരു കാഴ്ചപ്പാട് പറയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതാണ് ഒരു പാസഞ്ചർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഓൺലൈൻ ടാക്സികൾ സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ടാക്സികൾ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും എനിക്ക് എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ കസാഖിസ്ഥാനിൽ അൽമാട്ടി എയർപോർട്ടിലേക്ക്, അവരുടെ എയർപോർട്ടിലേക്ക് ഞാൻ യാത്ര ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവിടെ. അവിടുത്തെ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തത്, ടാക്സി ബുക്ക് ചെയ്തത്. ആപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി, എയർപോർട്ടിൽ ഇറങ്ങി പൈസ കൊടുത്ത് പുള്ളി പോയി. അപ്പോഴാണ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ വണ്ടിക്കകത്ത് വീട് മറന്നുപോയി എന്നെനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സാധാരണ ഒരു ടാക്സിയാണ് എന്ത് ചെയ്യും, നമുക്ക് ആ ടാക്സിയുടെ നമ്പർ പോലും അറിയത്തില്ല. നമ്മളൊരു നമ്പർ നോക്കിയാണ് വിളിക്കുന്നത്. അല്ല, പോയി എന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ആപ്പിൽ കയറി, എൻ്റെ സുഹൃത്താണ് ബുക്ക് ചെയ്തത്, അവൻ ആ ഡ്രൈവറെ വിളിച്ചു. അപ്പോൾ ആ ഡ്രൈവർ ആദ്യം ഉരുണ്ട് കളിച്ചു. ഒരു ഐഫോണാണ്. അപ്പോൾ അവൻ ആദ്യം ഉരുണ്ട് കളിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത് നേരെ ആ ഉബർ പോലത്തെ വേറൊരു ആപ്പായിരുന്നു, ആ ഭാഗത്ത് പോപ്പുലർ ആയിട്ടുള്ളൊരു ആപ്പാണ്. അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇവൻ 5 മിനിറ്റിനുള്ളിൽ ഇവൻ തിരിച്ച് വിളിച്ചു, ഫോൺ വണ്ടിയിലുണ്ട് കേട്ടോ, ഞാൻ ഇത്ര ദൂരം പോയൊന്നുമില്ല, കുറച്ച് പോയി തിരിച്ചു വരണം. നീ വാ, തിരിച്ചു കൊണ്ടുത്താ, നിനക്ക് പൈസ തരാം, നിനക്ക് എത്ര വേണ്ട അതിൻ്റെ ഡബിൾ പൈസ തന്നെ തരാം, നീ തിരിച്ചു കൊണ്ടുത്താ, നിനക്ക് അടുത്ത ഓട്ടത്തിനുള്ള പൈസയും കൂടെ തരാം, നീ തിരിച്ചു കൊണ്ടുത്താ. അപ്പോൾ അവൻ തിരിച്ചു കൊണ്ടു തന്നു. അവൻ അവിടെ ഉരുണ്ട് കളിക്കാൻ നോക്കി. പക്ഷേ എന്നിട്ടും കാരണം നമ്മൾ ബുക്ക് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തതിൻ്റെ തെളിവുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവൻ തിരിച്ചു കൊണ്ട് ഫോൺ തന്നു, അവന് പൈസ കൊടുത്തു, നമുക്ക് സാധനം കിട്ടി. അപ്പോൾ അത് പറ്റിയത് ഈ ഒരു ഓൺലൈൻ ടാക്സി ഉള്ളത് കൊണ്ടാണ്. ഇനി ഇല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ പറ്റുമായിരിക്കും, നമുക്കറിയില്ല. ചിലപ്പം സത്യസന്ധനായ ഒരു ഡ്രൈവർ ആണെങ്കിൽ അവൻ ചിലപ്പോൾ ഫോൺ കാണുമ്പോൾ അവൻ തിരിച്ചു വന്ന് ചിലപ്പോൾ നമ്മളെ എയർപോർട്ടിൽ നിന്ന് തപ്പി ഇന്നാന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കൊണ്ട് തരുമായിരിക്കാം, നമുക്കറിയില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും വളരെ കംഫർട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫാക്ടർ. അത് മാത്രമല്ല, ഒരു പ്രൈസിങ് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ സർച്ച് പ്രൈസിങ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പം ഞാനിവിടെ ഈ ഫ്ലാറ്റിൽ ഇരിക്കുന്നു, എനിക്ക് ഇവിടെ നിന്ന് കലൂര് പോകണം, അല്ലെങ്കിൽ പാലാരിവട്ടം പോകണം, അല്ല എടപ്പള്ളി പോകണം. ഞാൻ പുറത്തിറങ്ങി പോയിട്ട് അവിടെ റോഡിൽ പോയി നിന്ന് കൈ കാണിച്ച് വിളിച്ച് അവിടെ നിർത്തി കഴിഞ്ഞാൽ എടപ്പള്ളിയോ ഞാൻ വരില്ല എന്ന് പറയും. ഓട്ടോ കാണിക്കുകയാണ്, ചിലപ്പോൾ 1 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും ഞാൻ വരില്ല എന്ന് പറയും. നേരെ മറിച്ച് ആ 1 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഞാൻ ഇവിടെ ഇരുന്ന് ബുക്ക് ചെയ്താൽ എനിക്ക് ഉബർ ചിലപ്പോൾ 200 രൂപ ആയിരിക്കും കാണിക്കുന്നത്, പക്ഷേ ആൾ ഇവിടെ അകത്ത് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് എന്നെ കൊണ്ടുപോകും. കൺവീനിയൻസ്. അപ്പോൾ സേഫ്റ്റി, കൺവീനിയൻസ്, പിന്നെ നമുക്ക് ആ ഒരു സുതാര്യത, എന്തായാലും പറയുന്നത്, ഇങ്ങോട്ട് പോയിന്റ് റൈറ്റ്, സുതാര്യത. ഇത്രയും സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു യൂസർ ഇതുപോലെയുള്ള ആപ്പുകൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ബുക്കിംഗ് വരുമ്പോൾ മുതലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? നമുക്കിപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ സെർജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ സെർജ് കൂടുതലും വരുന്നത് ഓൾറെഡി ബ്ലോക്കുള്ള സമയത്തും വണ്ടികൾ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്തും, അതുപോലെ തന്നെ ഈ മഴ ഓഫ്ലൈൻ. ഇപ്പോൾ 100 വെഹിക്കിൾസ് ആണ് ഓൺ ദ സ്പോട്ട്, അവിടെ 20 വെഹിക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് സെർജ് പറഞ്ഞത്. ഈ 3 ഇതിലാണ് ശരിക്കും സെർജ് വരുന്നത്. സെർജ് വരുമ്പോൾ നമ്മൾ ഡ്രൈവേഴ്സിന് ഹാപ്പി ആയിരിക്കും, മീൻസ് ഇത്ര രൂപ കിട്ടും, ഓക്കെ. അപ്പോൾ എടുക്കാതിരുന്നാൽ പിന്നെയും കൂട്ടിത്തരും, കാരണം വണ്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെയും കൂട്ടും. ശരിക്കും ഇത് 2 സൈഡാണത്. നെഗറ്റീവും ചിന്തിക്കാം, പോസിറ്റീവും ചിന്തിക്കാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ 100 രൂപയുടെ സ്ഥാനത്ത് 200 രൂപ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 രൂപയുടെ ട്രിപ്പ് കഴിയണ ചിലപ്പോൾ 2 മണിക്കൂർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർന്നു. അതിൻ്റെ ഉള്ളിലും CNG കത്തിച്ച് AC ഇട്ട് തന്നെയാണ് ഇരിക്കണത്, മനസ്സിലായ കസ്റ്റമർ.
അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് ഡ്രൈവേഴ്സിന്റെ ഇതിൽ വരും. സർജ് പറഞ്ഞാൽ ശരിക്കും എന്റെ ലൈഫില് ആകെ 5-6 ട്രിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ സർജ്, ദ ബിഗസ്റ്റ് സർജ്. ബാക്കി ചെറിയ ചെറിയ സർജ് ഉള്ളൂ, 10-20 റുപ്പീസ് മാത്രം കൂടിയിട്ടുള്ളൂ ഞങ്ങളേക്ക്. വലിയ സർജ് വളരെ കുറവാണ്. ഓക്കെ, ഞാൻ ഷാർജ അല്ലേ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു ബുക്കിംഗ് വരുമ്പം എങ്ങനെയാണ് ബുക്കിംഗ് വരുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ബുക്കിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും? ഞങ്ങൾക്ക് പോകുന്ന സ്ഥലം അതിപ്പോ ചില സമയത്ത് നമുക്കത് കാണിക്കുന്നില്ല. ഫസ്റ്റ് കാണും, ഇപ്പൊ കാണും, മുമ്പ് കാണാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ എത്ര ഡിസ്റ്റൻസ് ആണ്, ദ പിക്കപ്പ് ഡിസ്റ്റൻസ് ചിലപ്പോൾ 3 കിലോമീറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ 4 കിലോമീറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഡ്രോപ്പ് ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ട് കാണിക്കും. എസ്പെഷ്യലി യൂബർ ആപ്പ് ആണെങ്കിൽ എല്ലാം കാണിക്കും. ഡിസ്റ്റൻസേ കാണിക്കുള്ളൂ, എക്സാക്ട് ലൊക്കേഷൻ കാണിക്കില്ല. എക്സാക്ട് ലൊക്കേഷൻ വരെ കാണിക്കും, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ട അത് ഞങ്ങളുടെ വിഷയമായിരിക്കും. നിങ്ങൾക്ക് എത്ര രൂപ ആ ട്രിപ്പിൽ കിട്ടും എന്നുള്ളത് കാണിക്കുമോ? അതെ, അത് കറക്റ്റ് ആയിട്ട് കാണിക്കും. ഇപ്പൊ എല്ലാം കാണിക്കും. എത്ര രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ കമ്മീഷൻ ആണോ അതോ ഫുൾ എമൗണ്ട് ആണോ? ആഫ്റ്റർ കമ്മീഷൻ ഇല്ല, ഒരു 5% കട്ട് ഉണ്ട് അതിൽ മേലെ. ഇപ്പോൾ ഒരു 500 രൂപയുടെ ഓട്ടോ ആണ്, കസ്റ്റമർക്ക് എനിക്ക് 500 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ 500 രൂപയാണ് എന്നുള്ളത് കാണിക്കുമോ? ഒരു 320. അത് ഡിപ്പെൻസ് എങ്ങനെയാണ്, ഏത് ട്രിപ്പാണ് അത് ബേസ്ഡ് ആണ്. ചിലപ്പോൾ കസ്റ്റമർക്ക് ഓഫർ ആണെങ്കിൽ ചിലപ്പോൾ 600-700 ട്രിപ്പ് ആയിരിക്കും, ചിലപ്പോൾ കസ്റ്റമർ ഓഫർ ആയിരിക്കും 200 റുപ്പീസ് ഓഫർ. അപ്പോൾ 480 ട്രിപ്പ് ആയിരിക്കും. അപ്പൊ അത് ജസ്റ്റ് ഇറ്റ്സ് നോട്ട് കാൽക്കുലേറ്റഡ്. ശരിയാണ്, അതൊരു കാൽക്കുലേഷൻ ഇല്ല. തോന്നിയതുപോലെ അവൻ പറയും ഇത്ര രൂപ തരും എന്നുള്ളത് പറയും. കസ്റ്റമറുടെ റേറ്റ് ഒരു ഫിക്സ് ഇല്ല, പക്ഷെ ഞങ്ങളെ റേറ്റ് ചിലപ്പോൾ ഫിക്സ് ആയിരിക്കും. ചിലപ്പോൾ കസ്റ്റമർ റേറ്റ് 500 ആയിരിക്കും, ഞങ്ങൾ 250 കിട്ടുള്ളൂ. ചിലപ്പോൾ കസ്റ്റമറിലെ റേറ്റ് 350 ആയിരിക്കും, ഞങ്ങൾ 250 മാത്രം കിട്ടുന്നുള്ളൂ. ചിലപ്പോൾ കസ്റ്റമറിലെ റേറ്റ് 240 ആയിരിക്കും, ഞങ്ങൾ ചിലപ്പോൾ 250 കിട്ടും. ഇപ്പൊ നമുക്ക് 250 കാണിച്ചാലും അത് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ 230 ആയിട്ടുണ്ട്. അതെ, അത് 5% കട്ട് ഉണ്ട്. പിന്നീട് അതെന്താ കട്ട് വരുന്നത്? 5% ടാക്സ് ആണ്. അതായത് നിങ്ങളുടെ TDS അവർ കട്ട് ചെയ്യുന്ന അതിൽ നിന്ന് കട്ട് ചെയ്യും. TDS ഇല്ല, GST ആണ് കട്ട് ചെയ്യണം. TDSB ഉണ്ട്. TDS ആയിരിക്കും, അതായത് നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ TDS അല്ലേ കട്ട് ചെയ്യുന്നത്? അതാണ് സംഭവം. ഓക്കെ, ഇത് TDS തന്നെ എനിക്ക് ഞങ്ങളുടെ ടാക്സ് ഞങ്ങളെ ഈ ഫീൽഡിലെ TDS എന്തെങ്കിലും കട്ട് ചെയ്യണ ഒരു ഐഡിയ ഇല്ല. അതിപ്പോ ആ TDS കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാമല്ലോ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. I can claim it, he can claim it, but an ordinary taxi driver he may have a difficulty claiming it. ശരിയാണ്, പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതാണ് പല ആൾക്കാരും എതിർക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലീഗൽ, അതായത് എനിക്ക് തോന്നുന്നു എത്ര ലക്ഷം രൂപ വരെയാണ് ഇൻകം ടാക്സ് വേണ്ടാത്തത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ് ടു 4 lakhs നില്ലാണ്. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയാണ് 5% വരുന്നത്. ഓക്കെ, അപ്പോൾ 4 ലക്ഷം രൂപ വരെ മാത്രം ഒരു വർഷം സമ്പാദിക്കുന്ന ഒരു ടാക്സി ഓടുന്ന ഒരു ഡ്രൈവർ ഈ ആളുടെ TDS ഊബർ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ആൾ എല്ലാ വർഷവും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ TDS കട്ട് ചെയ്തത് കംപ്ലീറ്റ് റീഫണ്ട് ആയിട്ട് കിട്ടും. അയാൾക്ക് ഓൾറെഡി യൂബർ കട്ട് ചെയ്ത് TCS കംപ്ലീറ്റ് റീഫണ്ട് ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റിനെ കൊടുത്തിട്ട് ചെറിയ പൈസ 10,000-2000 രൂപ എല്ലാം കൊടുത്താൽ മതി, ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കിട്ടും. ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരു വർഷം ആകെ 3 ലക്ഷം രൂപയെ നിങ്ങൾ ഓടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ ഓടിയിട്ടുള്ളൂ. ഇനി പോട്ടെ, നിങ്ങൾ 8 ലക്ഷം രൂപ ഓടിയാലും നിങ്ങളുടെ ചെലവുകൾ, നിങ്ങളുടെ എക്സ്പെൻസുകൾ ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് നിങ്ങൾ 10 ലക്ഷം ഓടിയാൽ പോലും ഇതൊന്നും ടാക്സബിൾ ആവാത്ത രീതിയിൽ, ഒരു പൈസ പോലും ടാക്സ് അടയ്ക്കാത്ത രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിന് നിങ്ങൾക്ക് റെഡിയാക്കി തരും. ഇനി നിങ്ങൾ ഒരു 2 ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ പോലും അത് ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാളെ ഒരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ, ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഒരു ലോൺ വേണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ടികൾക്ക് ലോൺ അപ്രൂവ് ആയി കിട്ടും. നാളെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് ഈ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതും ടാക്സ് അടയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ആ ഒരു സംഭവം പലർക്കും അറിയത്തുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ കട്ട് എൻ്റെ പൈസ കട്ട് ചെയ്യുന്നു ടാക്സ് കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീഫണ്ട് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതൊരു കട്ട് വരുന്നുണ്ട്. പിന്നെ ഉബറിൻ്റെതായിട്ടുള്ളൊരു പെർസെൻറ്റേജ് എത്രയായിരിക്കും അവരെടുക്കുന്നത് അത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? 10 to 30% എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം 0% ആയിരിക്കും. അത് പറഞ്ഞ ഓഫർ ആയിരിക്കും, കസ്റ്റമർക്ക് ഓഫർ ഉണ്ടാവും. 0 to 30% ഉണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്? പേയ്മെന്റ് ഓൺ ദ സ്പോട്ട് കിട്ടും. പേയ്മെന്റ് ഓൺ സ്പോട്ട് നിങ്ങളുടെ ആ ഒരു ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ നെക്സ്റ്റ് ഡേ വരും. ഞാൻ പറഞ്ഞത് സാർ ഓൺലൈൻ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഊബറിന്റെ ഒരു ആപ്പിൽ തന്നെ ഓൺലൈൻ ചെയ്യാം. ശരി, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാലറ്റ് വന്ന് കിടക്കും. നമുക്ക് അത് ജസ്റ്റ് അപ്പൊ തന്നെ ചെയ്യാം. നെക്സ്റ്റ് ഡേ കിട്ടും.
പക്ഷെ ഞങ്ങൾ മാക്സിമം അപ്പം തന്നെ ചെയ്യാറില്ല. പറഞ്ഞാൽ അതിലെ കട്ടിങ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി കമ്മീഷൻ നെക്സ്റ്റ് ഞങ്ങൾ കിട്ടും. അതിൽ നിന്ന് തന്നെ എടുത്തോളൂ. പക്ഷെ 99% ഓൺ ദ സ്പോട്ടാണ് ക്യാഷ് കിട്ടുന്നത്. ക്യാഷ് കിട്ടും. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കമ്മീഷൻ എങ്ങനെയാണ് ഊബർ കട്ട് ചെയ്യുന്നത്? അത് സാർ ഈ വാലറ്റിലെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യണ അത് വെച്ച് കട്ട് ചെയ്യും. ജിപേ ഉണ്ട്, അതിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് വാങ്ങിക്കണം, അത് വാങ്ങിക്കും. അത് ഞങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത ബുക്കിംഗ് വരില്ല. ബുക്കിംഗ് ഇല്ല, ഒരു 500 to 1000 രൂപ വരെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇത്ര ഡേയ്സ് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാഷ് ട്രിപ്പ് ക്യാൻസൽ ആയി. അതെ. പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്യണ കസ്റ്റമേഴ്സിന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതെ. ഓ അത് ശരി, ഓക്കെ. അത് കൊള്ളാം, അത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അപ്പോൾ നിങ്ങളപ്പം ബുക്കിംഗ് വരുന്നു, നിങ്ങൾ ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം രണ്ടും മൂന്നും ട്രിപ്പുകളൊക്കെ ഒരുമിച്ച് കാണിക്കുമോ നിങ്ങൾക്ക്? ഇപ്പോൾ യൂബർ ആണെങ്കിൽ ഒറ്റ ട്രിപ്പ് കാണിക്കും. അപ്പോൾ അത് റിജക്ട് ചെയ്താൽ മാത്രമേ അടുത്ത ട്രിപ്പ് വരുള്ളൂ? കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ ചില ആപ്പുകളിൽ ഇപ്പം ഗ്രാബിലൊക്കെ ഈ ഡ്രൈവർമാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം 400, 500, 300 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റേറ്റ് ഇങ്ങനെ കാണാം. ഇതുവരെ ആയിട്ടില്ല, ഡിമാൻഡ് ആയിട്ടില്ല. അത് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പുറത്ത് എവിടെയൊക്കെയാണ്, ഇവിടെ ആയിട്ടില്ലല്ലേ? ഇല്ല, അത് ഉണ്ട് ഇവിടെ. ഇപ്പൊ കേരള സഫാരി അല്ലേ സർ, കേട്ടിട്ടുണ്ടാവില്ലേ കേരള സഫാരി? ആ ആപ്പിലെ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഡിമാൻഡ് ബേസ്ഡ് ആണ്. ഓ ഓ ഓ. അപ്പൊ അത് വെച്ച് തന്നെ ചെയ്യാം. അത് ഫ്യൂച്ചറിലെ യൂബറിലെ ഉണ്ടാവും. ഇപ്പൊ കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ ഒരു റേറ്റ് അതിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ ഡ്രൈവർക്ക് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നമുക്കൊരു 10 രൂപ വെച്ച് കൂട്ടാം. കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിൽ ആ റേറ്റിൽ പോവാം. കേരള സഫാരി, കേരള സഫാരിലെ നോ കട്ടിങ് ഇല്ല അല്ലേ? നോ 5% കട്ടിങ്, നോ കമ്മീഷൻ, നത്തിങ്. ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അത്. പക്ഷെ റേറ്റ് ഫിക്സ്ഡ് ആണ്, നോ സെർച്ച്. ഒരു മാക്സിമം 10-20 rupees കൂടുതലായിരിക്കും. റേറ്റ് ഫിക്സ് ആണ്. ഡെയിലി ബുക്കിംഗ് ഇല്ല, ജസ്റ്റ് ഒരു ട്രിപ്പ് ഒക്കെ കിട്ടി. 2 ട്രിപ്പ്, എനിക്ക് 2-3 ട്രിപ്പ് കിട്ടാറുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവാണ്. അത് ആൾക്കാർക്ക് അറിയില്ല. അത് കേരള ഗവൺമെന്റ്, ഐ മീൻ ഇറ്റ്സ് നോട്ട് കേരള ഗവൺമെന്റ്, ദേ സപ്പോർട്ട് ദാറ്റ്. ഇറ്റ്സ് എ ONG പ്ലാറ്റ്ഫോം. അപ്പോൾ അത് നല്ലൊരു ആപ്പാ, കമ്പാരിറ്റീവ്ലി യൂബർ, ഓല ആയിട്ട് നല്ലൊരു ആപ്പാ. ഒരു ഫിക്സ്ഡ് റേറ്റ് ആണ്. ഞങ്ങളെ ആസ് എ ഡ്രൈവർ ഞങ്ങളേക്ക് നല്ല കംഫർട്ടബിൾ ആണ്. എസ്പെഷ്യലി ഞങ്ങൾ ഈ ഇൻട്രാസിറ്റി പോകണല്ലേ, അവിടെയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ, ഐ മീൻ പ്രോബ്ലംസ് വരും. നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. അപ്പോൾ നിങ്ങൾ ബുക്കിംഗ് എടുത്തു, വന്ന കസ്റ്റമറിനെ പിക്ക് ചെയ്തു. ഈ കസ്റ്റമർ OTP എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യത്തും ഇല്ല കേട്ടോ, ചില രാജ്യങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം OTP കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വേറെ പരിപാടികളൊക്കെ പണ്ടൊക്കെ നടക്കുമായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ OTP ഒക്കെ വാങ്ങിക്കുന്നത്. ചില സ്ഥലത്ത് എവിടെയോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോഴും OTP, അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമർ OTP വാങ്ങുന്നു, നിങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഡിലേ ആയാലോ, ട്രാഫിക് ആയാലോ, ബ്ലോക്ക് ആയാലോ, ഇല്ല ഡൈവേഴ്ഷൻ എടുക്കേണ്ടി വന്നാലോ നിങ്ങൾക്ക് അതിന്റെ പേയ്മെന്റ് ഒക്കെ കിട്ടും? ഡൈവേർഷൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു നമുക്കിപ്പോൾ ഒരു സ്റ്റോപ്പ് ഓപ്ഷൻ ഉണ്ട് അതിൽ. ഇല്ല, ആ രീതിയില്ല. റൂട്ട് ബ്ലോക്ക് ആയി. ഇപ്പൊ 10 കിലോമീറ്ററിൽ ഒരു റൈഡ് ഉണ്ട്, ചിലപ്പോൾ ഞങ്ങൾ 15 കിലോമീറ്റർ ഓടേണ്ടി വന്നു. ഒരു കാശ് കൂടാൻ പോകുന്നില്ല, ഒന്നും കിട്ടില്ല. പറഞ്ഞ അത് ഒരു കാരണങ്ങളുണ്ട്. പണ്ട് അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ചില ഡ്രൈവേഴ്സ് എന്താ അറിയാതെ ഈ രീതി എടുക്കും, പറ്റിക്കും. അപ്പൊ യൂബർ എന്ത് ചെയ്ത് ആ ഓപ്ഷൻ തന്നെ കട്ടാക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഫിക്സ് റേറ്റ് ആയിരിക്കും. നിങ്ങൾ എത്ര ഡൈവേഴ്സ് ചെയ്താൽ 10-15 കിലോമീറ്റർ കൂടിയാ, 30 കിലോമീറ്റർ തന്നെ ഓടിയാ ഒരു 10 പൈസ കൂടാൻ പോകണമല്ല. റെന്റൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് റെന്റഡ് ഓപ്ഷനിലുണ്ട്, അതിൽ കൂടുതൽ കിട്ടും. നമ്മൾ മണിക്കൂറിന് 400-300 റെന്റഡ് ബേസ്ഡ് ആണ്. ആ റെന്റ് ഞങ്ങളെ ഓപ്ഷൻസ് ഉണ്ടാവും. 390 തുടങ്ങി. ഐ മീൻ ആവറേജ് റേറ്റ് വിൽ ബി ലൈക്ക് 300 per hour. ഓക്കെ. പക്ഷെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. യെസ്. ഇനി വേറെ കാണിച്ചോട്ടെ, ഈ നിങ്ങൾ ഈ ഓൺലൈൻ ടാക്സിയിലേക്ക് എങ്ങനെയാണ് ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്? അത് സിമ്പിളാണ് സത്യത്തിൽ. ജസ്റ്റ് ഞാൻ ഓഫീസിലൊന്നും പോയിട്ടില്ല. ഊബർ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ജസ്റ്റ് നമ്മുടെ ടാക്സ് അടച്ച പേപ്പറും വണ്ടിയുടെ RC, പിന്നെ ഇപ്പോൾ PCC ചോദിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈസൻസും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 24 മണിക്കൂറിനുള്ളിൽ പരിപാടി. മൈ ഒപ്പീനിയൻ, ഈ യൂബർ ചെയ്യണം മുമ്പ് യുവർ കാർ ഷുഡ് ബി എ ടാക്സി കാർ. കേരള പെർമിറ്റ് ആയിരിക്കണം, ഓൾ കേരള പെർമിറ്റ് ആയിരിക്കണം. കേരളത്തിൽ എവിടെയുള്ള വണ്ടി എവിടെയാണെങ്കിൽ കേരള പെർമിറ്റ് ആയിരിക്കണം. ടാക്സി പെർമിറ്റ് അല്ലാതെ ആ വണ്ടി ഓടാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ടാക്സി പ്ലസ് GPS ആയിരിക്കണം. GPS വേണം, അത്യാവശ്യമാണ്. സ്പീഡ് ഗവർണർ അത്യാവശ്യം. അത് ഏത് ടാക്സി ആണെങ്കിൽ അത് അത്യാവശ്യമാണ്. അത് മാത്രമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂബർ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. യൂബർ ആണെങ്കിൽ 8 years ഓൾഡ് വെഹിക്കിൾ മാത്രം അവർ അറ്റാച്ച് ചെയ്യുള്ളൂ. 8 years ഓൾഡ്, ഇപ്പോൾ 9 years ഓൾഡ് വെഹിക്കിൾ ആണെങ്കിൽ അവർ അറ്റാച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ.
അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഏത് വണ്ടിയും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, പക്ഷേ മാക്സിമം അറ്റാച്ച് ചെയ്യണ വാഗണാർ, ഡിസയർ, എർട്ടിക്ക. പറഞ്ഞാൽ ഈസിലി മെയിൻറ്റബിൾ വെഹിക്കിൾസ് ആണ്. അപ്പോൾ അതാണ് കാരണങ്ങൾ ഏറ്റവും കൂടുതൽ വാഗണാർ, ഡിസയർ, എർട്ടിക്ക മാത്രമേ കാണുള്ളൂ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം മുതൽ ആപ്പ് ഓണാക്കി ഓടാം. അപ്പോൾ ഓഫീസിൽ പോവുക, വേറെ പരിപാടികൾ അങ്ങനെ ഒന്നുമില്ല. ചില കേസുകളുണ്ട്, അതായത് ഇപ്പോൾ ചെറിയൊരു കേസ്, പോലീസ് കേസൊക്കെ വന്നിട്ടുള്ള ഒരാൾ പേരിലൊക്കെ അത് ഇഷ്യൂ വരുന്നുണ്ട് അല്ലെ. ഞാനിപ്പോ ഈ ഒരു വീഡിയോസ് ചെയ്യാറുണ്ട്, ഇങ്ങനെ എക്സ്പീരിയൻസ്. നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇൻസ്റ്റാഗ്രാമിലല്ലേ? റൈഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുന്നത്? കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്, കസ്റ്റമർ എക്സ്പീരിയൻസ്. പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണല്ലോ കയറുന്നത്. ദൈവമേ കാത്തുള്ളണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കണല്ലോ. എന്താണ് പുറകിൽ നിന്ന് സംഭവിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാനത് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇതൊരു നല്ലൊരു ഇതായതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തതാണ് റൈഡർ തന്നെ ഒരു സംഭവം. ഓക്കെ, നമ്മളിപ്പോൾ ഊബറിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പല രീതിയിലുള്ള റേറ്റും പല രീതിയിലുള്ള വണ്ടികളാണ് കാണുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് ഓരോ റേറ്റ് ആണല്ലോ, അതാണ് സംസ്ഥാനത്തെ നിയമം അനുസരിച്ചാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഓടുന്നത്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകുമ്പോഴത്തേക്കിനും അവിടെ നമുക്ക് കുറച്ചും കൂടെ നല്ല വണ്ടികൾ കിട്ടുന്നുണ്ട്. ഊബർ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ പ്രീമിയം വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്ക വിദേശ രാജ്യങ്ങളിൽ പോയാലും നമുക്ക് സാധാരണ വണ്ടി മുതൽ ഇപ്പം ഒരു റൂട്ടിൽ തന്നെ 100 രൂപയ്ക്ക് മുതൽ 1500 രൂപ വരെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വണ്ടി കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ ഒട്ടുമേ ഇല്ല. നമുക്ക് പ്രൈമോ എന്ത് ബുക്ക് ചെയ്താലും നമുക്ക് വരുന്ന മാക്സിമം ഡിസയർ ഒക്കെ ആയിരിക്കും. നമ്മളൊരു 7 സീറ്റർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിസ്റ്റ പോലും വരികയില്ല, ബാക്കിയുള്ള വണ്ടികളായിരിക്കും വരുന്നത്. ഈ നല്ല വണ്ടികളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ടാക്സി സെഗ്മെന്റിലുണ്ട്. ഇതെല്ലാം ഓൺലൈൻ ടാക്സിയിൽ ആരും ഓടുന്നുമില്ല, അതെല്ലാം ഓഫ്ലൈൻ ടാക്സികളായിരിക്കും, അല്ലെ പാക്കേജ് ഓടുന്ന വണ്ടികളായിരിക്കും അല്ലേ. അതെന്തായിരിക്കും അങ്ങനെ? അത് എക്സൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിലായിരിക്കും ഈ പറഞ്ഞ 7 സീറ്റർ പ്രീമിയം കാർസ് വരുന്നത്. ഇപ്പൊ എർട്ടിയൊക്കെ എന്ത് റേറ്റ് ആണോ കൊടുത്തേക്കുന്നത് എക്സൽ കാറ്റഗറിയിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത് അത് തന്നെ ആയിരിക്കും. ഏത് വലിയ പ്രീമിയം കാറാണെന്നുണ്ടെങ്കിലും ആ റേറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ മുതലാകും. പക്ഷേ ഊബറിന് തന്നെ ഊബർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മാക്സിമം മുംബൈയിലുണ്ട്, ബാംഗ്ലൂരിലാണ് കണ്ടിട്ട്. മുംബൈയിൽ തന്നെ ഞാൻ പർട്ടിക്കുലർ ഏരിയയിലെ മാത്രം കണ്ടിട്ടുള്ളൂ. അതെ അതെ, എല്ലായിടത്തും ഇല്ല, എല്ലാ സ്ഥലത്തും ഇല്ല. അപ്പൊ അതില് പറഞ്ഞ വണ്ടി ഇതായിരിക്കും, ഞങ്ങളെ ഗ്രാൻഡ് വിറ്റാറ, ചിലപ്പോ ബെറ്റർ വെഹിക്കിൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലെ റേറ്റ് നല്ല ഹൈ ആണ്, വളരെ ഹൈ റേറ്റ് ആണ്. അപ്പൊ ഈ ഹൈ റേറ്റ് കൊടുക്കുന്ന ആൾക്കാർ ഓക്കെ ആണെങ്കിൽ they will be the person to drive. ഇപ്പൊ സാർ ഇപ്പൊ ചോദിക്കണ ഇറ്റ്സ് ക്രിസ്റ്റ, ഫൈൻ, വി ക്യാൻ ഗെറ്റ് എ ക്രിസ്റ്റ, ബട്ട് യു ഹാവ് ടു പേ ഫോർ ദാറ്റ്. അതെ, അങ്ങനെ കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി കസ്റ്റമർ വരാൻ സാധ്യതയുള്ള ഡെഫിനറ്റ്ലി ഞങ്ങൾ വരാൻ റെഡി ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് അപ്പോൺ ദ കസ്റ്റമർ ഇഫ് ഈസ് റെഡി ടു പേ. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഔട്ട് സ്റ്റേഷൻ ട്രിപ്പുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എവിടേക്കാണെന്നുള്ളത്? അതെ അതെ, എല്ലാം ട്രിപ്പ് അറിയാൻ പറ്റും. ഇന്നത്തെ എക്സാമ്പിൾ തന്നെ പറയാം. കോതമംഗലം അല്ലേ പറഞ്ഞ, കോതമംഗലം പോയായിരുന്നു. ഇറ്റ്സ് ലൈക്ക് 50 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. കസ്റ്റമർ റേറ്റ് 1300 ആയിരുന്നു, എൻ്റെ റേറ്റ് ലൈക്ക് 950 ആയിരുന്നു ആഫ്റ്റർ കമ്മീഷൻ എവറിത്തിങ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അതാണ് ക്വസ്റ്റ്യൻ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റിട്ടേൺ ട്രിപ്പാണ് ഞങ്ങളെ പ്രശ്നം. പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന വൺ സൈഡ് റേറ്റാണ്. അത് കേരളത്തിൽ എവിടെ പോകണേലും ഇന്റർസിറ്റി പോകുമ്പോൾ എവിടെയാണെങ്കിൽ വൺ സൈഡ് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് റേറ്റ് ആട്ടെ ഒരു 30%, 20 to 30% മാത്രം കൂടുതൽ ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ ബി ലൈക്ക് 22 to 25 rupees ഇൻ എ സ്മോൾ കാർ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റിട്ടേൺ ട്രിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ആക്ച്വലി 6 hours വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിലെ. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മൂന്നാറില് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ റിട്ടേൺ എംപ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് നോളജ് ആയി, ഞാൻ ട്രിപ്സ് എടുക്കാറില്ല. അങ്ങനത്തെ ട്രിപ്സ് ആണെങ്കിൽ, റിട്ടേൺ കിട്ടാത്ത ട്രിപ്സ് ആണെങ്കിൽ ഞാൻ എടുക്കാറില്ല. എടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. ചിലപ്പോൾ കിട്ടും, കിട്ടിയാതാണ് അവിടെ ആയിരിക്കില്ല, ഞങ്ങളുടെ ഹോം ലൊക്കേഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. കോതമംഗലം ടു മൂവാറ്റുപുഴയായിരിക്കും, ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. ഐ ഗിവ് എക്സാമ്പിൾ. കോട്ടയം പോയായിരുന്നു. കോട്ടയമിലെ ടു പാലാ ട്രിപ്പ് കിട്ടി, ചിലപ്പോൾ പാലാ ടു ചങ്ങനാശ്ശേരി ആയിരിക്കും. അപ്പോൾ വീട്ടിലെത്തൂല. പക്ഷെ ആളുകൾ അവിടെയൊക്കെ ഊബർ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് ഉണ്ടായിരുന്നു, ജസ്റ്റ് 2 years ബാക്ക് അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ യൂബർ സിറ്റിയിൽ മാത്രമല്ല പുറത്തും ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ഇൻട്രാ സിറ്റി മാത്രമേ ഉള്ളൂ. അവിടെ ആ റേറ്റ് കൂടുതലാണ്.
പക്ഷെ എന്നാലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ ആയിരിക്കും. പിക്കപ്പ് ഡിസ്റ്റൻസ്, ഡ്രോപ്പ് ഡിസ്റ്റൻസ് വേറെ 10 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ 20 കിലോമീറ്റർ ഓടേണ്ടി വരും. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ടാക്സീസ് അവൈലബിലിറ്റി കുറവാണ്. പിന്നെ എല്ലാം യൂബർ യൂസ് ചെയ്യണ അവിടുത്തെ ഡ്രൈവേഴ്സ് എല്ലാം കൊച്ചിൻകാരായിരിക്കും. ഈ കൊട്ടായം ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഓൾ കൊച്ചിൻ ഡ്രൈവേഴ്സ് ഹൂ വെന്റ് ദേ ഫോർ ദ ഡ്രോപ്പ് ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ബി റോമിംഗ് റൗണ്ട് ദേ. ഇറ്റ്സ് നോട്ട് ദ പേഴ്സൺ ഫ്രം കൊട്ടായം ഹു വിൽ ബി ഡൂയിങ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് ട്രിപ്പ് എടുക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവുന്നത്. അതവിടെ നമ്മൾ ഈ റീസെന്റ് കണ്ട പ്രശ്നങ്ങൾ, അടിയും പിടിയും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സംഭവങ്ങൾ. ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലബില് ഒരു മെമ്പർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനവിടെ ആലപ്പുഴ അല്ലേ, കോട്ടയത്ത് പോയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം, ഊബർ ഓൺ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം വന്ന് കാറടിച്ച് പൊളിക്കും. നമ്മുടെ ക്ലബിലെ വണ്ടിയാണത്. ജസ്റ്റ് പുള്ളി അപ്പം തന്നെ പൊളിക്കോ എന്നാ പൊളിക്കണ കാണണം. പുള്ളി കുറച്ചു നേരം ഇങ്ങനെ നിന്ന് ഇങ്ങനെ നോക്കി നൈസായിട്ട് പുള്ളിയുടെ ഹാട്ടിന് പോയി. പറയണ ഭീഷണിയാണ്. ഞാൻ വിളിച്ചാൽ ഇപ്പോൾ ഒരു 5-6 പേര് വരും. ഒരു ഭീഷണി. ഇത് അവിടെ നിന്ന് ട്രിപ്പ് എടുത്താനുള്ള സംഭവമാണ്. അപ്പൊ വീട്ടിൽ പറഞ്ഞിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. തിരിച്ചു വന്ന് അല്ലെങ്കിൽ പെട്ടുപോകും. ശരി, അതാണ് സംഭവം. ഈ കോട്ടയം പിന്നെ കോളം ബീച്ചിൽ പോലും ഊബർ എടുക്കാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. കോളം ബീച്ച് എനിക്ക് എന്റെ അനുഭവം ഉണ്ട്. ഇപ്പില്ല, 2016 അന്ന് ഞാൻ യൂബർ ആയിരുന്നില്ല, ആസ് പ്രൈവറ്റ് ആയിരുന്നു, ഗസ്റ്റ് ആയിട്ട് പോയായിരുന്നു. അപ്പോൾ ഒരു ചെറിയ റിസോർട്ടിലാണ് പോയായിരുന്നു. യൂബർ ബുക്ക് ചെയ്ത് അപ്പം തന്നെ ഒരാൾ വന്ന് സ്റ്റോപ്പ് ചെയ്ത വണ്ടി. കസ്റ്റമർ നോക്കണില്ല, ഡ്രൈവർ നോക്കണില്ല, ഒന്നും നോക്കില്ല. അവര് പറയുന്നത് സംഭവം ആ ഒരു റേറ്റിൽ അവരവിടെ ടാക്സി ഓടുന്ന ടീമാണ്. അവര് ആ ഒരു പുറത്ത് ഊബർ ഓടുന്നില്ല, കൊച്ചിയിൽ വന്ന് ഓടുന്നില്ല. ആകെ 3 സ്ഥലത്താണല്ലോ ഊബർ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് ഒരു ഡ്രോപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് മേടിക്കാം. നമ്മൾ ഓൾറെഡി ഒരു ട്രിപ്പായിട്ട് അവിടെ വന്ന് കിടന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് 100% 70% കിട്ടുന്നുള്ളൂ. നമ്മുടെ ലാഭം 30% അത് തിരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കൊച്ചിയിലെത്തുമ്പോൾ അത് മുതലാവുള്ളൂ ട്രിപ്പ്. അല്ലെങ്കിൽ കാലിയോടി തന്നെ വരുന്നത് പോലെയാണ്. ഈ 20% മാത്രമാണ് നമ്മൾ പണിയെടുക്കുന്നത്. അത് ആ ഒരു 30% കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയി നമ്മുടെ വർക്ക്. അപ്പോൾ ആ 30% എടുക്കാൻ വേണ്ടി സമ്മതിക്കാത്ത ഒരു സീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ആപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം അങ്ങനെ ഒരു 10-20 ട്രിപ്പെങ്കിലും കിട്ടത്തില്ലേ മിനിമം? ഇല്ല 20 ട്രിപ്പൊന്നും കിട്ടില്ല. ഷോർട്ട് ട്രിപ്പുകൾ ഈ ഇടയിട്ട്, അതായത് ഒരു 3-4 8 മണിക്കൂറില്ല, ഒരു 7 to 8 ട്രിപ്സ് മാക്സ് ടു മാക്സ് ഒരു ദിവസമോ? ഇപ്പൊ ഈ ഇടക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ഒരു 4-5 ട്രിപ്പ് കുറവാ. ട്രിപ്സ് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ട്രാഫിക് ആയിരിക്കും. ഒരു ചിലപ്പോൾ 10 കിലോമീറ്റർ ചിലപ്പോൾ 30-40 മിനിറ്റ്സ് ആയിരിക്കും. എയർപോർട്ട് പോയാൽ ചിലപ്പോൾ റിട്ടേൺ ട്രിപ്പ് ഉണ്ടാവില്ല. കാരണം അവിടെ നോ ടാക്സീസ് ഉണ്ടാവും. എസ്പെഷ്യലി മോർണിംഗ് പോയാൽ ഒരു 6-8 മണിക്കൂർ നിന്നിട്ടുണ്ട്. ഞാൻ നിന്നിട്ടുണ്ടല്ലേ, ട്രിപ്പില്ല, റിട്ടേൺ ട്രിപ്പില്ല. റിട്ടേൺ ഇസ് ലൈക്ക് എ ലോട്ടറി ഫ്രം എയർപോർട്ട്. നമുക്കൊരു ക്യൂ ആണ് അവിടെ. ക്യൂ ഉണ്ട്. നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് ചിലപ്പോൾ കണ്ട 200 ടാക്സീസ് ആണ്. 200 അറിയാൻ പറ്റുമോ? അത് 200 ടാക്സീസ് ആണ്. നിങ്ങൾ 200ാമത്തെ മച്ചാനാണെന്ന് ക്ലബിൽ ആർമി ഉണ്ടാവില്ല. ഇപ്പൊ തീർച്ചയായിട്ടും അവിടെ കിടന്ന് ഉറക്കണ്ടാവും. എയർപോർട്ടിലേക്ക് പോകാന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാന്ന് പറയുന്നത് 25 കിലോമീറ്ററേ ഉള്ളൂ. 25 കിലോമീറ്ററിന് ഞാൻ മിനിമം 1000 രൂപ കൊടുക്കണം എയർപോർട്ടിൽ പോകണമെങ്കിൽ. ഞാൻ കോഴഞ്ചേരി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 125 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഈ 125 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ. അതായത് ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിനിമം ഒരു 5000 രൂപ സാധാരണ ഒരു വണ്ടിക്കും, ഇന്നോവ ആണെങ്കിൽ ഒരു 7000 രൂപ ആ റേഞ്ചിലൊക്കെ അവർ വാങ്ങിക്കുമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആയിരുന്നു? 125 കിലോമീറ്റേഴ്സ്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 250 ആയില്ലേ? ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു ഉബർ എടുത്ത് എനിക്ക് കോഴഞ്ചേരിക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് ഞാൻ ഒരു 3500 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അതായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ സംഭവം. അപ്പോൾ അതേ ദൂരം ഞാൻ ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് 1000 രൂപ വരും. നേരെ മറിച്ച് എനിക്ക് 25 കിലോമീറ്റർ വേറെ അങ്ങോട്ടേക്ക് വേണം 1000 രൂപ വരില്ല. അപ്പോൾ എയർപോർട്ട് ദൂരം, എയർപോർട്ട് എവിടെയാണെങ്കിലും ലോകത്തെല്ലായിടത്തും എയർപോർട്ടിലെ യാത്ര എന്ന് പറയുന്നത് ടാക്സി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഹൈ ആണ്. അതെനിക്ക് തോന്നുന്നു ഇതുകൊണ്ടായിരിക്കാം. ചിലപ്പം 1 സൈഡ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം. അതാണ് കാരണം. യു ഹാവ് ടു ഗോ ടു എയർപോർട്ട്. ബാംഗ്ലൂരിലെ സംഭവം എന്ന് പറയുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വിളിക്കുമ്പോഴത്തേക്കിനും റേറ്റ് കൂടുതലാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റേറ്റ് കുറവാണ്.
Okay, no, that's no. എനിക്ക് അങ്ങനെയാണ് ബാംഗ്ലൂർ തോന്നിയിട്ടുള്ളത്. പക്ഷെ ബാംഗ്ലൂർ കുറേ കൂടെ ഫ്ലെക്സിബിൾ ആണ്. അവിടെ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബസ് സിറ്റിയുടെ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഓരോ 5 മിനിറ്റിൽ ഓരോ ബസ് വെച്ച് എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. വെൽ കണക്റ്റഡാ. എന്നിട്ട് ഈ 250 രൂപ കൊടുത്ത് ആ ബസ്സിൽ കയറിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഹെബ്ബാൾ വരെ പോകണം. ഹെബ്ബാൾ അടുത്താണ്. ഹെബ്ബാളല്ല, എനിക്ക് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഇന്ദിരാനഗർ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 250 രൂപ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഇന്ദിരാനഗർ പോകാം. കാരണം ഈ വണ്ടി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ആദ്യത്തെ 30-35 കിലോമീറ്റർ ഹെബ്ബാൾ വരെ നോൺ സ്റ്റോപ്പേ ഓടുകയുള്ളൂ. അവിടെ നിന്ന് പിന്നെ എയർപോർട്ട് വണ്ടികളൊക്കെ എയർപോർട്ട് വേറെ അടയ്ക്കുന്നൊന്നും ആരും കയറില്ല അതിനകത്ത്. അങ്ങനെയാണ്. കാരണം അത്രയും പൈസ വാങ്ങുന്നുണ്ടല്ലോ. 250 രൂപ എന്ന് പറയുന്നത് വലിയ ചാർജാണ്. നമ്മുടെ ഇവിടെ KSRTC അത്രയും വാങ്ങുന്നില്ല. എന്നിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ടാക്സി ഓടി എത്തുന്നതിൽ ഒരു 10-15 മിനിറ്റ് കൂടുതൽ എനിക്ക് ഇവിടെ എത്താം. എന്നിട്ട് എനിക്ക് ഇവർ എത്തുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു ഓട്ടോയോ വീണ്ടും അവിടെ നിന്ന് ഊബർ എടുത്ത് 100-150 കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ ലാഭമാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ 1500-2000 രൂപ ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ആൾക്കാർ കൂടുതലും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരൊക്കെ. അപ്പോൾ ഈ ഔട്ട് സ്റ്റേഷൻ ട്രിപ്പുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കിനും ഈ ഒരു പ്രോബ്ലം നിങ്ങൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ടാക്സിക്കാർക്ക് അത് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും. ട്രഡീഷണൽ ഡ്രൈവേഴ്സ് അവർക്ക് ഇൻകം പോയില്ലേ, അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ റേറ്റിലേ കിട്ടുന്നത്. മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പണ്ട് പോലെ കാണുന്നൊരു കാഴ്ചയല്ലേ, ഓട്ടോ സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ രാവിലെ മുതൽ ആൾക്കാർ വൈകിട്ട് വരെ വന്ന് പത്രം വായിച്ച് വണ്ടിയും ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന നമുക്ക് കാണുന്നൊരു കാഴ്ച പണ്ട് പോലെ ഉണ്ടായിരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അത് കുറഞ്ഞു. ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇതുപോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഈ വെറുതെ നടക്കുന്ന പരിപാടി ഒഴിവാക്കി. പക്ഷേ ഇപ്പോഴും വെറുതെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓടിക്കൂടാ? ഫസ്റ്റ് തിങ് അവർക്ക് ടെക്നോളജി അറിയാത്ത, എസ്പെഷ്യലി ഏജ്ഡ് ഉള്ള ആൾക്കാർ ടെക്നോളജി ബുദ്ധിമുട്ടുള്ള ഹാൻഡിക്യാപ്പ്, പിന്നെ 20% they don't want to do it. എന്നാലും വെറുതെ ഇപ്പം ഒരു ദിവസം മൊത്തം കടന്നിട്ട് കാലത്തിനൊപ്പം മാറണം. ഒരു ദിവസം മൊത്തം കടന്നിട്ട് 1-2 ട്രിപ്പ് കിട്ടുന്നതിലും ഭേദമല്ലേ ഒരു 5-6 ട്രിപ്പ് കിട്ടുന്നത്. പക്ഷെ അവർ ഞാൻ കുറേ ഓട്ടോക്കാർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം ട്രിപ്പ് ഉണ്ട്. അവർക്ക് ഈ ഹൈ റേറ്റിൽ പോകാതെ. ഇപ്പോൾ ആപ്പിലാണെങ്കിൽ ചെറിയ റേറ്റിലായിരിക്കും. ഇതാണെങ്കിൽ 100 രൂപീസ് ചോദിക്കാം. 20-50 രൂപീസിലെ ട്രിപ്പ് ആണെങ്കിൽ 100 രൂപീസ് ചോദിച്ചിട്ട് പോകാൻ പാടില്ലേ. അപ്പോൾ അവർക്ക് അവർ 10 ട്രിപ്പ് അത് എടുത്താൽ പോരെ. 200 rupees petrol, 800 rupees in the pocket, 8 hours job. അപ്പോൾ അവർക്ക് അതാണ് മെയിൻ. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വണ്ടി ഹോട്ടലിൽ പാർക്ക് ചെയ്തിട്ട് രാത്രി പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് 1 കിലോമീറ്ററേ ഉള്ളേ. അപ്പം ഒരു 11 മണി സമയമായി. അവിടെ കുറേ ഓട്ടോക്കാർ അടപ്പുണ്ട്. 1 കിലോമീറ്റർ പോകാനായിട്ട് ഇവന്മാർ 250 രൂപ 300 രൂപയ്ക്കാണ് പറയുന്നത്. കുറേ വിളിച്ചു നോക്കി. ഞാൻ പിന്നെ കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു ഊബർ ബുക്ക് ചെയ്ത് 100 രൂപ 80 രൂപ വന്നു. 80 രൂപ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുമ്പേ ഞാൻ ചോദിച്ച ഒരുത്തം തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുപോയിട്ടു. 300 രൂപ പറഞ്ഞാൽ തന്നെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് ഹോട്ടലിൽ അല്ല ഇവൻ ഒരു 100 രൂപ പറഞ്ഞാൽ നമ്മൾ 150 ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. പക്ഷെ ഒരു മയത്തിനൊക്കെ പറയണ്ടേ? ഇല്ലേ? ഒരു മയത്തിന് ആരാണെങ്കിലും ഒരു മയത്തിന് പറഞ്ഞാൽ ഒരു 10 രൂപ കൂടുതൽ കൊടുക്കും. ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ട്രിപ്പ് കിട്ടുമ്പോഴത്തേക്കിനും 145 എന്ന് പറഞ്ഞാൽ 145 തന്നെ കൃത്യം തരുന്നവരുണ്ടോ? ഉണ്ട്. 90% അങ്ങനെയാണോ? ആണല്ലേ? കറക്റ്റ് അമൗണ്ട് തരുള്ളൂ. ആണല്ലേ? ഞാൻ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് 149.96 പൈസ. ഒരു ലേഡി ആയിരുന്നു, യങ് ഗേൾ. ബട്ട് ഐ വോണ്ട് ബ്ലെയിം her. She put that exact amount. മറ്റേ ഗൂഗിൾ പേ ചെയ്തു. അപ്പോൾ ഓക്കെ, വോട്ടിട്ടു. പക്ഷേ 4 പൈസ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി അവർക്ക് ബുദ്ധിമുട്ട്. 1 രൂപക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. 1 രൂപക്ക് വേണ്ടി ഞാൻ സാറിന് 10 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാർ 9 രൂപ തിരിച്ചു തന്നാൽ മതി. എൻ്റെ ഇല്ല ആ സാധനം. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും. നോർത്ത് ഇന്ത്യൻസ് അല്ലേ? മലയാളികളല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും ഇങ്ങനത്തെ ഒരു യങ്സ്റ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഓൾഡ് ഏജ് പീപ്പിൾ they'll give exact money. ബട്ട് 5 രൂപ 10 രൂപ കൂടുതൽ വളരെ അപൂർവമാണ്. അങ്ങോട്ട് ടിപ്പ് കൊടുക്കേണ്ടി വരും. കസ്റ്റമർക്ക് ഒരു 5 രൂപ എക്സ്ട്രാ കൂടുതൽ കൊടുക്കുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. ടിപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇല്ല. ടിപ്പ് ഓപ്ഷൻ കിട്ടാറുണ്ട്. ഒരാള് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെ എണ്ണി നോക്കാം. വി ക്യാൻ കൗണ്ട് അപ്പ് ആണല്ലേ? വി ക്യാൻ റിമെമ്പർ ദോസ് ട്രിപ്സ്, യുനോ. ആ സമയത്ത് സൊമാറ്റോയിൽ അങ്ങനെ ഉണ്ടായില്ല. ഡെയിലി എനിക്ക് 2 ടിപ്പ് ഉണ്ടായിരുന്നു. 20 rupees.
that's a forced trip. പക്ഷേ യൂബർ ഡെലിവറി ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ഡെലിവറി വരുമ്പോഴത്തേക്കിനും നമ്മൾ ആ ഡിഫോൾട്ട് ഒരു 20 രൂപ ടിപ്പ് 20 രൂപ നമുക്ക് കൊടുക്കാം. നമ്മൾ ഡെയിലി ചിലപ്പോൾ 2-3 തവണ ഓർഡർ ചെയ്യുമല്ലോ. അപ്പൊ ഒരു 20 രൂപ ഫ്ലാറ്റ് ആക്കി വെക്കും. കൂടുതലും എനിക്ക് കിട്ടിയിരിക്കുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയില്. മിഡിൽ ക്ലാസ് ഫാമിലി അത്യാവശ്യമായിട്ടൊക്കെ പെട്ടെന്നായിരിക്കും ഊബർ വിളിക്കണത്. അവർ കയറി കഴിയുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യണത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ലോവർ മിഡിൽ ക്ലാസ് ബെസ്റ്റ്. അവർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ സംസാരിക്കും. അതെ നിങ്ങൾ സംസാരിച്ചോ, നിങ്ങളുടെ വണ്ടി. നമ്മളങ്ങനെയാണല്ലോ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം. നിങ്ങൾ സംസാരിച്ചു. ഇങ്ങനത്തെ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ മാക്സിമം ബാക്കിയുള്ള എല്ലാവരെയും സാറെന്ന് വിളിക്കുമ്പോൾ ഒത്തിരിയും കൂടി റെസ്പെക്ട് ചെയ്തിട്ട് സാർ മിഡിൽ ക്ലാസ്സിന് അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ശരിക്കും അതിൽ അഡിക്റ്റ് ആണ് ചെയ്യുന്നത്. അത് സാർ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഓടി നോക്ക്, ഊബർ അടിപൊളിയായിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ വണ്ടിയില്ല ഓർമ്മ ഇപ്പൊ അതിന് വേണ്ടി ടാക്സി എടുക്കാൻ പറ്റും. ഓട്ടം ഇല്ലാത്തത് കൊണ്ട് കുറെ പേര് വണ്ടി വിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് എന്റെ ടാക്സി വണ്ടി ഉണ്ടായിരുന്നെ ഉറപ്പായിട്ട് ട്രൈ ചെയ്തേ, ഒരു വീഡിയോ ഇട്ടേനെ. അടിപൊളിയാണ്. അങ്ങനെ എടുത്ത് ഓടിക്കാം അല്ലേ? ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി അല്ലേ? മനസ്സിലായി. അല്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം, തമിഴ്നാട്ടിൽ ഇർഫാൻ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഓടിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളി വണ്ടി ഓടിച്ച് ട്രിപ്പ് എടുക്കാൻ പോകുമ്പോ പുള്ള ഫോളോവേഴ്സ് ആയിരുന്നു. അടിപൊളിയാണ്, സെറ്റാണ്. ശരിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പം ഇനി കുറച്ച് എക്സ്പീരിയൻസുകളിലേക്ക് വരാം. രണ്ടുപേരുടെ എക്സ്പീരിയൻസ് മാറി മാറി പറയാം നമുക്ക്. അപ്പോൾ നിങ്ങളെ ഈ തരത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? എന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്ന് കൊടുത്തില്ല, നൈസായിട്ട് എസ്കേപ്പ് അടിച്ച്. കാരണം ആലപ്പിയിൽ വെച്ചിട്ടായിരുന്നു. ഇനി നിന്ന് കൊടുക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുൾ ക്യാമറ ഒക്കെ ഉണ്ട്, സെറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ചില കുറെ ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഒരു 100 ഇൻസിഡൻസ് നടക്കുമ്പോൾ ഒരു 5 എണ്ണേ വന്നുള്ളൂ. മനസ്സിലായ? 5 പേര് വീഡിയോ എടുത്തിട്ടുണ്ട്, ബാക്കി 95 പേരും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അറിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ തലടിച്ച് എന്തോ പൊളിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലബിൽ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പം മൂന്നാർ പോകുന്നു. ഈ മൂന്നാറിന്ന് നിങ്ങൾക്ക് ട്രിപ്പ് എടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടോ? ഒരു നിയമമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാ. അങ്ങനെ നിയമമില്ല. അതിലിപ്പോ ലാസ്റ്റ് ഒരു വ്ളോഗർ, നോർത്ത് ഇന്ത്യൻ വ്ളോഗർ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ മൊത്തത്തില്. പക്ഷെ അവിടെ ഞങ്ങളുടെ മന്ത്രി പറഞ്ഞ് ലൈക്ക് യൂബർക്ക് ലൈസൻസ് ഇല്ല. അത് വേറൊരു ഇഷ്യൂ ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂ. മന്ത്രി അത് ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ആക്കി. അവിടെയാണ് പ്രശ്നം. അവിടെ നിന്ന് മൊത്തത്തിൽ ഇടിയോടിടി, പെരുന്നാളിടി അവിടെ തുടങ്ങിയ സത്യത്തിൽ മൊത്തത്തിൽ ഇടിയായി. അത് മുമ്പ് അത്ര വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ രീതിയായിരുന്നു. ഇറ്റ് വാസ് സ്മോൾ വേ, ബട്ട് ഇഷ്യൂസ് അത്ര ഉണ്ടായില്ല. ഇത് മുമ്പും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സംഭവം വന്നതോടെ എല്ലാവരും വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അറിയാൻ തുടങ്ങി. ഇങ്ങനെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തെറി വിളിയല്ലേ. പിന്നെ ഇത് ആ വീഡിയോയില് ആ ഗുണ്ടായിട്ട് വന്നവൻ ആ കമന്റ് കണ്ടാ പിന്നെ അവന്റെ ജീവിതത്തിൽ അവൻ ഊറോടി അല്ല ഒരു വണ്ടി തടയൂല. അതുപോലെ തെറിവിളിയല്ലേ ആൾക്കാര്. 99% ആൾക്കാരും ഓൺലൈൻ ടാക്സിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സപ്പോർട്ടാണ്. കാരണം അത് ബാക്കിയുള്ളവരുടെ കഴിവുകൾ കാരണമാണ്. നമ്മ നിയമം തെറ്റിച്ചിട്ടല്ലോ ചെയ്യുന്നത്. നമ്മ കറക്റ്റ് വേയിലാണ് നമ്മ പോകുന്നത്. നമ്മ എന്തെങ്കിലും തെറ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, തെറ്റിച്ചിട്ടാണ് അവന്മാർ ചെയ്യുന്നത്, നമ്മൾ കൈയേറ്റം ചെയ്യണോണ്ട് നമ്മ ചെയ്യാതിരുന്നാൽ മതി. ഇത് നമ്മ കറക്റ്റ് ലോയിൽ കൂടെ നിയമത്തിലൂടെ തന്നെയല്ലേ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് അല്ലേ. പിന്നെ സർക്കാർ പറയണം നിങ്ങൾ അവിടെ ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കാലിയടിച്ച് വരണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്ന് അവിടെ ഊബർ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മളിപ്പോൾ കോട്ടയം, ഈ പറഞ്ഞ കോവളം, അവിടെയൊക്കെ അവർ പറയുന്നത് നിങ്ങൾ ഈ ചെറിയ ട്രിപ്പിലല്ലേ ഓടുന്നത്, നമുക്കതെങ്ങനെ മുതലാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊബറിന്റെ റേറ്റ് കൂട്ടിയാൽ പോരെ. അതായത് എല്ലാവർക്കും ഒരു റേറ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഗവൺമെന്റ് റേറ്റ് ആണ് 18 rupees per kilometer. അത് ഫിക്സ് ചെയ്താൽ മതി. ഇതിപ്പോ ഓൺലൈൻ ഓടുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ റേറ്റ് വരും, അവിടെ നിന്ന് റിട്ടേൺ എടുക്കണ. ഇതിപ്പോ ശരിക്കും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഗവൺമെന്റിന് റേറ്റ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സിമ്പിൾ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഗവൺമെന്റിന് റേറ്റ് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതും ഇതും എല്ലാം ഒറ്റ റേറ്റ് എന്ന് പറഞ്ഞ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കഴിഞ്ഞ് സെറ്റായി. ആവശ്യമുള്ള ബുക്ക് ചെയ്യുക. അതെ, നിങ്ങൾക്ക് ഊബർ ബുക്ക് ചെയ്യുന്നതിന്റെ കൺവീനിയൻസ് എന്ന് പറയുന്നത് നീ റോഡിൽ പോയി നിന്ന് കൈ കാണിച്ച് മെനക്കിടന്ന വണ്ടി നിന്റെ വീട്ടിൽ വരും, അല്ലെങ്കിൽ നിന്റെ കാത്ത് വരും.
തപ്പി വരും. അത് ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് വണ്ടി ബുക്ക് ചെയ്യാം. മറ്റത് നീ പോയി ബുക്ക് ചെയ്യണം, അല്ലേ എടുക്കണം. നമുക്കിനി എക്സ്പീരിയൻസുകളിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ളതും അതേപോലെ തന്നെ പല തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ട്രബിൾ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ്, ഏത് സമയത്താണ്, എങ്ങനെയുള്ള ആൾക്കാരാണ്? കൂടുതലും ട്രബിൾ മേക്കേഴ്സ് എന്നുള്ളത് ജസ്റ്റ് മദ്യപിച്ചിട്ട് കയറുന്ന, വണ്ടിയിൽ കയറുന്ന കുറച്ച് ടീമാണ് ഏറ്റവും കൂടുതൽ സീൻ ഉണ്ടാക്കിയേക്കുന്നത്. അതിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സ്മോക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. വണ്ടിയിലിരുന്ന് ഗ്ലാസ് താഴ്ത്തറ റേസായിട്ട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ ബിവറേജ് കയറ്റണം. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനപ്പോൾ പറയും, ഇത് സാറേ നമുക്കിത് പറ്റില്ല കേട്ടോ, സ്മോക്കിങ് പറ്റില്ല, CNG വണ്ടിയാണ്, ബ്ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയും. കാരണം ഒന്ന് കാമാക്കണമല്ലോ. അന്ന് നീ വണ്ടി നിർത്ത്, നമുക്ക് സൈഡിൽ നിന്ന് വലിച്ചിട്ട് പോവാം, അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നീ കാശ് മേടിക്കണം, എനിക്കൊന്ന് കാണണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാശ് മേടിക്കണം, എനിക്കൊന്ന് കാണണം. ലാസ്റ്റ് എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി ഭാര്യേൻ്റെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് സംഭവം. അതാണ് ഇത്തിരി ടെററായിട്ട് തോന്നിയേക്കണ ഒരു സംഭവം അതാണ്. പിന്നെ ഫുള്ള് കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത എക്സ്പീരിയൻസുകളൊക്കെ നമ്മളുടെ വണ്ടിയിലേക്ക് ഒരു പ്രൈവറ്റായിട്ട് വന്ന് കയറണതാണ്. അപ്പോൾ കപ്പിൾസ് വരുമ്പോൾ അറിയാലോ, ജസ്റ്റ് ഒന്ന് മിററൊന്ന് മാറ്റി വെച്ച് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടന്നേക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. ഒരു ദിവസം എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു സെർവൻറ്റ് ട്രോളി ആയിട്ട് വരുന്നു. ഞാനപ്പോൾ ഒരു പെണ്ണ് തിരിഞ്ഞിരിക്കണതായിട്ടാണ് ഞാൻ കാണുന്നത്. ട്രോളി അപ്പോൾ CNG ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ അതിലേക്ക് വെക്കുന്നു. ഓക്കെ, ഞാൻ പെണ്ണ് തിരിഞ്ഞിരിക്കണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് വണ്ടിയിൽ ഞാൻ എല്ലാം കയറി, പെണ്ണ് കയറി ഇരുന്നു. കസ്റ്റമറുടെ ഫേസിലായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗിയറിലാണല്ലോ നോബ്, കയ്യിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ പെണ്ണിന് മീശ ഉണ്ടായിരുന്നു, ലിറ്റിൽ ബിറ്റ് മീശ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ചവിട്ടിപ്പൊളിച്ച് എയർപോർട്ടിലേക്ക് ഇറങ്ങിട്ട് എപ്പോൾ എത്തിയെന്ന് പതുക്കെ പോടോ എന്നവരെ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നല്ലൊരു കമ്പനി ആയിട്ടാണ് പോയത്, നല്ല അടിപൊളിയായിരുന്നു. പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോണേയാണല്ലോ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ട്രാൻസ്ജെൻഡേഴ്സിന് മോശമായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു കോമഡി പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അല്ലേ എന്തൊക്കെയാണ് മൈ എക്സ്പീരിയൻസ് ടിൽ ഡേറ്റ് വെരി ഗുഡ്, അബ്സല്യൂട്ട്ലി അമേസിങ്. ഒരാൾ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം അവർ ഫുഡ് കഴിക്കും, അത് മാത്രം എനിക്ക് ഒരു ബുദ്ധിമുട്ട്. വണ്ടിയിലെ ഇരുന്ന് അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങും, വണ്ടി കേടാവും, അത് മാത്രം ഒരു ബുദ്ധിമുട്ട്. ബാക്കി ഒരു ബുദ്ധിമുട്ടില്ല. അബ്സല്യൂട്ട്ലി എവ്രിബഡി വേ ഫാസിനേറ്റിംഗ്. പക്ഷേ ഓരോരോ ആൾക്കാർക്ക് പുതിയ ആൾക്കാർ കാണാൻ പറ്റും. സോ ദിയർ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ഞങ്ങൾ കേൾക്കാൻ പറ്റും. ഇറ്റ് വിൽ ബി അമേസിങ്. ദെൻ യു വിൽ തിങ്ക് ദാറ്റ് ഓക്കെ, ഹീ ഈസ് മോർ സഫറിങ് ദാൻ മീ. ഹീ ഈസ് മച്ച് ബെറ്റർ എക്സ്പീരിയൻസ്. അങ്ങനെ കുറേ അനുഭവം കാണും. എസ്പെഷ്യലി ഹോസ്പിറ്റൽ കേസസ് കാണാം, എല്ലാം അങ്ങനത്തെ ഫോറിനേഴ്സ് വരെ കാണാം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ കുറേ ഇറ്റ് വാസ് അമേസിങ്. ടിൽ ഡേറ്റ് ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല. നോ ബാഡ് എക്സ്പീരിയൻസ്. I mean, yeah, they may be a small pieces, but till date, no. But I will hear stories, The customer telling stories. You'll find amazing stories from the customers. They'll talk about each other's. Sometimes horrible story also. I don't want to discuss here, but they are very bad stories also. I mean, they were discussing with them also, but they are good stories also. So you meet amazing people. Even transgender, they were very good people. Absolutely amazing people. They behave very nicely. And sometimes they are so beautiful. Yeah. They came and they are good people also. Yeah. And luckily na night ഓടാറില്ല. അപ്പോൾ ഡ്രങ്കഡ് അത്രയൊന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ല. നൈറ്റ് അങ്ങനെ ഡ്രങ്ക് ആയിട്ട് വളരെ അപൂർവ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് സാർ ഓഫ് കോഴ്സ് ഐ യൂസ് ഫോർ മൈ ബെനിഫിറ്റ്, ഫോർ മൈ ക്യാൻവാസിങ്, ലൈക്ക് ഹോട്ടൽ എനിത്തിങ്. അപ്പം ഐ എം ഓൾസോ എ ട്രാവൽ കോർഡിനേറ്റർ. ഹീ ഈസ് ഓൾസോ എ ട്രാവൽ കോർഡിനേറ്റർ. So we have our own bookings. Now if they want for Munnar package, we'll canvas that way.
ഓ അങ്ങനെ അങ്ങനെ ട്രിപ്പ് കൊണ്ടാന്നൊക്കെ പറഞ്ഞോണ്ട് അത് നമ്മളെ അത് ശരിക്കും വലിയ ഉപകാരം കേട്ടോ. കാരണം ഞാൻ ഏത് എയർപോർട്ടിൽ പോയി ഇറങ്ങി ഊബർ ബുക്ക് ചെയ്താലും ആ ഡ്രൈവർ എന്നെ ക്യാൻവാസ് ചെയ്തിരിക്കും. അതങ്ങനെയാണ്. കാരണം അങ്ങനെ ഞാൻ എത്ര ആളോട് ട്രിപ്പ് പോയിട്ടെന്നറിയോ. അപ്പൊ നമുക്കൊരു ട്രസ്റ്റ് വരും. ഞാൻ അങ്ങനെ എത്ര പേരുടെ കൂടെ ഞാൻ തായ്വാനിൽ പോയ സമയത്ത് ഇതേപോലെ ഒരു ഊബർ ഡ്രൈവറെ പിടിച്ച ആൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ പറയുമായിരുന്നു. ഈ എയർപോർട്ട് ഓട്ടം വരുന്ന അത്യാവശ്യം മിക്ക ആൾക്കാർ കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോറിനേഴ്സിനായിട്ട് മിംഗിൾ ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പോൾ ഇയാളെ ഞാൻ എന്നിട്ട് ഞങ്ങൾ 2-3 ദിവസം ഇയാളെ അടുപ്പിച്ച് വിളിച്ചു. അപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് വരികയല്ലേ ഇയാളുമായിട്ട്. That is my aim. Uber is just for the site. This is where I earn my business. But now I identify you. I'll identify the customer. So every customer, you have to identify them. You have to talk nicely to them. Yeah. You have to behave very nicely to them. Once you identify the customer, he's your customer for the lifetime. He's always. And I have many regular customers who calls me. അതെ. കൂടാതെ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ they become my customers for the trip. കാരണം you speak Hindi, so they can communicate easily. And അവരുടെ ട്രാമ എന്താണെങ്കിൽ ഞാൻ സഹിക്കും. അത് സഹിക്കണം. അവിടെയാണ് കസ്റ്റമർ കിട്ടും. സോ വി കനോട്ട് ചിലപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്യും. അപ്പം ഞങ്ങൾ നെഗറ്റീവായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കസ്റ്റമർ ക്യാൻസൽ ചെയ്യാ ഈ ജസ്റ്റ് ഇറ്റ്സ് എ ഏജ് കസ്റ്റമർ. സോ അവിടെ എത്തി. സാർ എന്താ ക്യാൻസൽ ചെയ്യണം? ട്രിപ്പേ വേണ്ട. ഫസ്റ്റ് ഈ സെറ്റ് നെഗറ്റീവ്. സാർ ഐ വിൽ വെയിറ്റ്. സാർക്ക് ഇപ്പോൾ വേണ്ട ട്രിപ്പ്. ഈ സെറ്റ് ഐ വോണ്ട് ദ ട്രിപ്പ് അറ്റ് 6 o'clock. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ കം അറ്റ് 6 o'clock. വിൽ ഡു ദ ട്രിപ്പ് അറ്റ് ദ Uber rate. Now this customer came, he understood my behavior, everything. Now he's my regular customer. Okay. ഞങ്ങൾ നെഗറ്റീവായിട്ട് പോയാണെങ്കിൽ he cannot be my regular customer, right? അങ്ങനെ കുറേ കസ്റ്റമർ എൻ്റെ റെഗുലർ ആയിട്ടുണ്ട്. ചില കസ്റ്റമർ ലൊക്കേഷൻ തെറ്റായി ഇടും. ബട്ട് ഐ ബിഹേവ് നാച്ചുറലി. ഐ അണ്ടർസ്റ്റാൻഡ് ദി വേ ദേ ഡോണ്ട് നോ. അവർക്ക് അറിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഓക്കെ ഫൈൻ, നോ, ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ദെൻ ദേ ബിക്കം മൈ റെഗുലർ കസ്റ്റമർ. സോ അവർക്ക് അറിയാം ടെക്നോളജി, ദേ ആർ ഹാൻഡിക്യാപ്പ്. സോ ദേ അണ്ടർസ്റ്റാൻഡ് മൈ ട്രസ്റ്റ്. ദേ കോൾ മീ. ഈ ആളുകൾ എങ്ങനെയാണ് യൂഷ്വലി ആളുകൾ എങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതികളൊക്കെ? അതും പല കാറ്റഗറി ആൾക്കാർ എങ്ങനെയൊക്കെ, യുവാക്കളാണെങ്കിലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് എല്ലാവർക്കും. അതായത് ഒരു കസ്റ്റമർ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കാം. കസ്റ്റമർ കയറി കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആകണമല്ലോ. ഫ്രണ്ട്ലി ആകാം. ചിലപ്പോൾ കസ്റ്റമർ ഒരു മരിപ്പിന് പോകണ ആവശ്യത്തിലായിരിക്കാം കയറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന തന്നെ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് ഹായ് സാർ എന്ന് പറയുമ്പോൾ തന്നെ സോറി ഇങ്ങനെ പറയുന്ന കസ്റ്റമർ. ചില സ്ഥലത്ത് നമുക്ക് ആപ്പ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഐ നീഡ് എ സൈലന്റ് ഡ്രൈവർ, ഐ ആം ഓക്കെ ടു ടോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് കാണാറുണ്ട് ചില സ്ഥലത്ത്. അത് ഏത് ആപ്പിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഊബറിൽ അങ്ങനെ ഓപ്ഷൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു ഇന്റർഫേസ് കണ്ടിട്ടുള്ള ഗ്രാബ് ആപ്പാണ്. അടിപൊളിയാണ് ഗ്രാബ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ തായ്ലൻഡിലൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാബ് ഇല്ലെങ്കിൽ ഒരു വീട് നടക്കുകയില്ല. വിയറ്റ്നാം എല്ലായിടത്തും ആ ഭാഗങ്ങൾ മൊത്തം ഗ്രാബിന്റെ പരിപാടികളാണ്. പറഞ്ഞോ. ചില കസ്റ്റമേഴ്സ് ബാക്കിലിരുന്ന് പറയാം ഇയാളെന്താ ബലം പിടിച്ച് ഓടിക്കണത്, മനസ്സിലായ ആ സാധനം. നിങ്ങൾ മിണ്ടാത്തത് കൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നേച്ചത്. ഇനി നമുക്ക് മിണ്ടി പോവാം. പിന്നെ അങ്ങോട്ട് ചെവിയിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ സാധനം കൊടുത്തേക്കണം. അപ്പം അത് നമ്മൾ സ്ഥിരം കസ്റ്റമറായി മാറണത്. പിന്നെ ഉള്ള കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിഡിൽ ഏജ് അതൊക്കെ ആയിരിക്കും. അത് മറ്റേ ജയസൂര്യയുടെ ഒരു പടമുണ്ട്. ജയസൂര്യയുടെ ഒരു പടത്തിൽ പേര് ചോദിക്കൂലേ, പേര് ചോദിക്കുമ്പോൾ ശ്രീകണ്ഠപുരത്തിന് ഇങ്ങനെ പറഞ്ഞു പോകൂലേ, അങ്ങനത്തെ കസ്റ്റമർ ഉണ്ട്. അങ്ങനത്തെ കസ്റ്റമർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാ. സ്ഥലം എത്തണം അറിയില്ല. അത് വേറൊരു വൈബാണ് സത്യത്തിൽ. നമ്മ ഓടിച്ചാൽ മതി. കസ്റ്റമർ ജനിച്ച അന്ന് മുതൽ ഇനിയിപ്പോൾ എപ്പോഴാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം അവിടം വരെയുള്ള ചരിത്രം പറയുന്ന കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ചില സമയത്ത് നമുക്ക് ട്രിപ്പുകളൊന്നും കിട്ടാതെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് നല്ല രീതിയിൽ 200 രൂപ മാത്രം കിട്ടിയ ദിവസമുണ്ട് എനിക്ക്. ഇപ്പോൾ ഊബറിൽ ഞാൻ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 6000 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 6000 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ 200 രൂപ ഏൺ ചെയ്ത് 200 രൂപ കിട്ടിയുള്ളൂ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസാണ്. ഈ 6000 കണ്ട് വീഡിയോ കണ്ട് ആൾക്കാർ 100 പേര് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ വണ്ടികൾ കൂടി, മനസ്സിലായ
അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ എമൗണ്ട് ആയിരിക്കും നമുക്ക് കയറുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ട്രിപ്പ്. കൊച്ചിയിൽ ആവശ്യത്തിലധികം വണ്ടികളുണ്ടോ? ഇഷ്ടം പോലെ വണ്ടികൾ. നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു 10 മിനിറ്റ് എടുക്കും ഒരു വണ്ടി കിട്ടണമെങ്കിൽ, ഏത് സമയത്താണെങ്കിലും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇപ്പം മറ്റേ യൂബറിന്റെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, എന്തൊരു സാധനം, അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, നല്ല വണ്ടികൾ കിട്ടി തുടങ്ങി. അത് നല്ല വണ്ടികൾ, ഇല്ലെങ്കിൽ പഴഞ്ഞ വണ്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഇത് ഇപ്പം അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല വണ്ടികൾ കിട്ടി തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്നൊക്കെ ഒരു വണ്ടി ചില സമയത്ത് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാനിവിടുന്ന് ബുക്ക് ചെയ്തൊരു ചായ പിടിച്ച് താഴെ എത്തിയാലും വണ്ടി എത്തൂല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്, കാരണം വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പം. എസ്പെഷ്യലി പീക്ക് ടൈമിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ മാക്സിമം എന്താ ആൾക്കാർ ഈ 8 to 10 ആൻഡ് ഈവനിങ് 6 to 8, മേ ബി 5 to 8, ആ സമയത്തായിരിക്കും പീക്ക് ടൈം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യണം ഓഫീസിൽ. കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഓഫീസിൽ പിന്നെ ആൾക്കാർ പിന്നെ ഷെയർ ചെയ്തൊക്കെ പോകുമല്ലോ അല്ലേ? അങ്ങനെ പോകല്ലോ, അങ്ങനെ പോകും. അങ്ങനത്തെ ട്രിപ്പ് ആക്ച്വലി ഐ ഡോണ്ട് ആക്സെപ്റ്റ്. ഞാൻ എടുത്തിട്ടുണ്ട്. ഐ മീൻ മൾട്ടി സ്റ്റോപ്പ് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. സെയിം ടു സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെയാണ്. ഞാനൊരു ട്രിപ്പ് അതേപോലെ എടുത്തിട്ടുണ്ട്. അരൂരിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അരൂര് ബസ് സ്റ്റാൻഡിൽ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കോച്ചി ഈ ഭാഗത്തോട്ട് പോകാൻ ഓട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ തോപ്പുംപടി ഭാഗം കൂടി പോകുന്ന KSRTC ബസ് മാത്രമേ ആശ്രയിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവർ ഒരു 4 പേരും കൂടി ഒരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പായിട്ട് നിർത്തി പോയാൽ മതി. സ്റ്റോപ്പ് ആയിട്ട് ഇടൂല, പോകുന്ന വഴി തന്നെ. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രാത്രി സമയങ്ങളിൽ ഓടുമ്പോൾ അധികം ഇൻസെന്റീവ്സ് കിട്ടാറുണ്ടോ? ഇൻസെന്റീവ്സ് അല്ല, റേറ്റിന് കുറച്ചും കൂടി ഇത് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റേറ്റ് ഇത്രയും കൂടി രാത്രി മാത്രം ഓടാൻ പോകുന്നവരൊക്കെ ഉണ്ടല്ലേ? ഇത്രയും മാത്രം ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. രാവിലെ ബ്ലോക്കിനെ പേടിച്ച് സുഖമല്ലേ രാത്രി മാത്രം ഓടുന്ന ആൾക്കാരുണ്ട്. രാത്രി ഏറ്റവും കൂടുതൽ എയർപോർട്ട് ഡിപ്പെൻഡ് ആണ്. പറഞ്ഞ ഏറ്റവും കൂടുതൽ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. മാക്സ് ടു മാക്സ് എയർപോർട്ടാണ്. അപ്പോൾ ആ എയർപോർട്ട് ഡിപ്പെൻഡൻറ്റ് ട്രിപ്സ് കൂടുതലാണ്. പിന്നെ ട്രാഫിക് ഇല്ലല്ലോ, അപ്പോൾ അടിച്ചു പോവാം. അപ്പോൾ പെട്രോൾ അത് ഇതുണ്ടാവില്ല. പക്ഷെ അതിൽ ബെനിഫിറ്റ്സ് ബി ഉണ്ട്. യോ സ്റ്റേയിങ് ലേറ്റ് ഇൻ ദ നൈറ്റ് ഹെൽത്ത് ഡിഫക്റ്റ് ഉണ്ട്. ഈ യൂബറിലത്താണ് ഹെൽത്ത് ഡിഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 വർഷമായിട്ട് എനിക്ക് പ്രഷർ കൂടി. സോ പ്രഷർ വിൽ ഇൻക്രീസ്, 100% വിൽ ഇൻക്രീസ്. ഞങ്ങളെ ഫുൾ ടൈം സിറ്റിംഗില്ലേ. അതിപ്പോ ഡ്രൈവിംഗ് ജോബ് എന്ന് പറയുന്നത് 12 മണിക്കൂർ മാക്സ്. പക്ഷേ ഈ 12-16 മണിക്കൂർ ചെയ്യേണ്ട പണിക്കാറുണ്ട്. ദാറ്റ് ഈസ് ടെറബിൾ. അവിടെയാണ് ഞങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് വരും, ബാക്ക് പെയിൻ ഉണ്ടാവും. പക്ഷെ അത് യങ്സ്റ്റേഴ്സ്ക്ക് ഞാൻ പറയാൻ വേണ്ടിയാണ്, പ്ലീസ് ഡോണ്ട് കം ആൻഡ് ഡോണ്ട് വർക്ക് 16 hours. ഒരു 8 hours മാക്സ് ടു മാക്സ്. നിങ്ങൾ 12 hours വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ യു ബെറ്റർ ലുക്ക് ഫോർ സം അതർ ജോബ്, ബിക്കോസ് ഇഫ് യു ആർ റെഡി ടു വർക്ക് ഫോർ ദാറ്റ്. ബട്ട് യൂബർ ഇസ് ജസ്റ്റ് ഫോർ 8 hours. 8 hours എനിക്ക് 12 മണിയായ ഐ മീൻ ആഫ്റ്റർ 12th hour no my head starts spinning. I will not recommend anybody to do more than 8 hours. പിന്നെ ഏജ് ഒരു ഫാക്ടർ ആണല്ലോ പല ആൾക്കാർക്കും. യങ്സ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്കും അവർ ഇപ്പൊ 16 hours ചെയ്യാം, പക്ഷെ ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ട് പറ്റില്ല. ഇതൊക്കെ പിന്നെ ഒരു സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന ജോലി അല്ലല്ലോ. ഇല്ല, ഈ 16 hours ഇപ്പോഴത്തെ പ്രശ്നം, ബട്ട് ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ ഹെൽത്ത്. യെസ്, ഇപ്പോൾ ട്രഡീഷണൽ ടാക്സി ഓടുന്നവൻ അവൻ ട്രഡീഷണൽ ടാക്സി തന്നെ ഓടിച്ചുകൊണ്ടിരിക്കും. യൂബർ പോലെയുള്ള ഒരു ആപ്പ് ഓടിക്കാൻ വരുന്നവൻ സ്വാഭാവികമായിട്ടും അവൻ യൂബറിൽ ഒന്നും നിൽക്കില്ല, അവൻ വേറെ എന്തെങ്കിലും പരിപാടികളായിട്ട് പോകും. തീർച്ചയായിട്ടും. പക്ഷേ വേറെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, we are investing 8 lakhs. I mean, I'm saying 7 lakhs to 2 lakhs. So he will stay there for 5 to 10 years. ഒരു മാസം ഓടാൻ ആവറേജ് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് 14 hours ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഊബറിൽ, 14 മണിക്കൂർ. അതിൽ ഒരാൾക്ക് 14 മണിക്കൂർ വരെ മാക്സിമം ഓടാൻ പറ്റുള്ളൂ. ഓടാം. ഒരു ദിവസം അത്ര മണിക്കൂർ ഓടാൻ പറ്റുള്ളൂ. 6 hours അല്ലേ റെസ്റ്റ് വരുന്നത്? 6 hours റെസ്റ്റ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഉറങ്ങണം. 14 മണിക്കൂറാണ് നമുക്ക് ഊബറിൽ ഓടാനുള്ള ഒരു ടൈം തന്നേക്കുന്നത്. കാരണം 6 മണിക്കൂർ റെസ്റ്റ് വേണമെന്നാണ് ഒരു ഡ്രൈവർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 14 മണിക്കൂർ ടൈമിലായിരിക്കും ചിലപ്പോൾ ഒരു 3 ട്രിപ്പ് അടിക്കണത്. അത് പുള്ളി അപ്പോൾ അത്രയും അവശനായിട്ടിരിക്കണായിരിക്കും, ഉറക്കം തൂങ്ങിയിരിക്കണായിരിക്കും. കസ്റ്റമർക്ക് റിസ്ക് ആണത്. അതുകൊണ്ട് 14 മണിക്കൂർ ഓടാനുള്ള ചാൻസ് ഊബർ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ്, ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 12ാമത്തെ മണിക്കൂറിലാണ് നിങ്ങൾക്ക് ഒരു 3 ട്രിപ്പ് വരുന്നതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരില്ലായിരിക്കും. ഊബർ ചിലപ്പോൾ നിങ്ങളത് കാണിക്കില്ലായിരിക്കും. അങ്ങനെ അവരുടെ അൽഗോരിതം അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മാസം ഞാൻ ചോദിക്കുന്നത്, ഒരു മാസം ഓടാൻ ആവറേജ് എത്ര രൂപ വരെ ഉണ്ടാക്കുന്നുണ്ട്? ഇത് ഒരു മാസം അത് ഡിപ്പെൻസ് ആണ് സാർ. എന്നാലും I'll give you example.
ലൈക്ക് ഞങ്ങൾ കോസ്റ്റ് ബി എടുക്കണ്ടേ, ഞങ്ങളെ വെഹിക്കിൾ കോസ്റ്റ്. അല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് വെഹിക്കിൾ കോസ്റ്റ് ഒക്കെ മാറ്റി നിർത്താം. നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ വരെ ഏൺ ചെയ്യുന്നുണ്ട്? ദാറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്, റൈറ്റ്? അത് ലേറ്റർ സംസാരിക്കാം. ഇപ്പോൾ ഒരു മാസം നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നുണ്ട്, അതായത് ടോട്ടൽ ഫ്രം യൂബർ? കൺസിഡർ ഞങ്ങളെ ഫ്യൂൽ എക്സ്പെൻസ് ഒരു ആവറേജ് ഇഫ് യു വർക്കിംഗ് ലൈക്ക് 30 days, or average if you are working 8 hours, the max to max you can do is 30,000 after fuel expense. After your expense. After fuel, the max to max, and plus your vehicle expense. I'm Service, including. You can make 30,000 if you are working 30 days, but if you are working 25 days, then 25,000. And നിങ്ങൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ചിലപ്പോൾ I'll give you an average. It will come to 15 to 30. It's depend upon the time. ഇപ്പോൾ March is the lowest month. March, May and April, it could be the lean season. ആണോ? അപ്പോൾ അന്ന് ഇൻകം കുറവായിരിക്കും. മഴക്കാലമൊക്കെ ആകുമ്പോഴോ? മഴക്കാലമാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹൈ, ഇറ്റ് ക്യാൻ ബി ലോ. ഓക്കെ. ഇറ്റ് ഡിപ്പെൻഡ്സ് upon the customer's demand. That's the peak time. ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ക്ലബിൽ ഒരു 150 വണ്ടികളോളം ഉണ്ട്. അത് ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആയിട്ടിരിക്കുന്നതാണ് പാക്കേജസിൽ വേണ്ടി. നിങ്ങൾ പാക്കേജിനും പോകും? Of course. അപ്പോൾ ഇവിടെ പാക്കേജ് ട്രിപ്പുകൾ വരുമ്പോഴത്തേക്കിനും സിറ്റിയിൽ വണ്ടികൾ കുറയും. നമ്മൾ ഈ ഊബർ വഴി കസ്റ്റമേഴ്സ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഓൾറെഡി ഇങ്ങോട്ട് കമ്പനി അടിക്കുന്ന കസ്റ്റമേഴ്സ് മാക്സിമം നമ്മളുടെ നമ്പർ മേടിച്ചിട്ടേ പോവുള്ളൂ. തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കസ്റ്റമറെ കിട്ടണല്ലേ, ജസ്റ്റ് നമ്മൾ എന്തായാലും നമ്പർ കൊടുക്കും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് വിളിക്കും. ഇപ്പോൾ ഈ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്, കൊച്ചി റൈഡേഴ്സ് ക്ലബ്ബ് എന്ന്. അതിൽ 150 മെമ്പേഴ്സും ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഇടും പാക്കേജ്. ഒരാൾക്ക് അപ്പോൾ 150 പേരുടെയും ട്രിപ്പ് ആ ക്ലബ്ബിൽ കിടന്ന് കളിച്ചോളും. 150 പാക്കേജിൽ എന്ത് ട്രിപ്പ് ആണെങ്കിൽ അവിടെ ഇടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കൊച്ചി റൈഡേഴ്സ് ക്ലബ്ബ് എന്നുള്ള രീതി. അപ്പോൾ ട്രിപ്പുകൾ പാക്കേജ് ഇപ്പോൾ ഈ ഒരു ഡിസംബർ പീക്ക് ടൈമാണ്, മാക്സിമം വണ്ടികൾ കുറവായിരിക്കും. വാഗനർ കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം വാഗനാർ മാത്രം റേറ്റ് കുറഞ്ഞു. 1 ലക്ഷം രൂപ കിട്ടൂല. അതെ, കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ ഇറക്കി. ലാസ്റ്റ് ഇയർ കാട്ടെ ഒരു എനിക്ക് 10 rupees കിട്ടേണ്ട സമയത്ത് ഇപ്പോൾ 8 rupees മാത്രം കിട്ടണമല്ലോ കിലോമീറ്റർ റേറ്റ്. ഇപ്പോൾ 13 rupees to 14 rupees ആണ് കിട്ടുന്നത് ആവറേജ്. ഓർ ഹീൽ മേക്ക് ഓൺലി 13 to 14 rupees per kilometer. ഓക്കെ. ഇനി ഈ ഉബർ ഒന്നും ഓടാത്തൊരു സാധാരണ ഒരു വണ്ടിക്കാരൻ, ഒരു ടാക്സിക്കാരൻ ഒരു മാസം എത്ര രൂപ ഉണ്ടാകുന്നുണ്ടാവും? ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ആണോ? ഇപ്പോൾ പറഞ്ഞാൽ അവർക്ക് ടാക്സി സ്റ്റാൻഡിൽ ആരും പോകുന്നില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഒരു എക്സാമ്പിൾ വേറൊരു ഷോപ്പ് കീപ്പറിലെ കാര്യം തന്നെ പറയാം. ഇപ്പോൾ ഞങ്ങളെല്ലാം ഓൺലൈനാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഷോപ്പ് പോയിട്ട് നടന്ന് പോകുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ ഷോ ദ ഫ്രസ്ട്രേഷൻ ടു അസ്. അവിടെയാണ് ഇഷ്യൂസ് കൂടുതൽ പറഞ്ഞത്. അവിടെയാണ് ഈ ഓട്ടോസ് കുറച്ച് സുപ്പീരിയോറിറ്റി കാണിക്കുന്നത്. കാരണം ഓട്ടോസ് കുറച്ചും കൂടെ അവൈലബിൾ ആണല്ലോ, ഫ്രീ ആയിട്ട്. അവരിങ്ങനെ സ്റ്റാൻഡ്സ് കൂടുതലായിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡുകൾ കൂടുതലുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും. അവരെ സംബന്ധിച്ച് അവർക്ക് അവിടെ വന്ന കസ്റ്റമേഴ്സിന് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ അവർക്ക് ട്രിപ്പ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവാം, മേ ബി. മനസ്സിലായോ? ഫ്രസ്ട്രേഷനിലിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ആ ടൈമിൽ ഊബർ ഓണാക്കി അങ്ങോട്ട്. കാലാവസ്ഥ ഞങ്ങൾ മാറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് കൂടും. വി ഹാവ് ടു ചേഞ്ച് ആസ് പെർ ദ. ഇപ്പോൾ പണ്ട് പറഞ്ഞാൽ ആൾക്കാർ കട വന്ന് പോയി സാധനങ്ങൾ മേടിക്കും. ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റ് വീട്ടിൽ മൊബൈൽ വെച്ച് എന്ത് പ്രൊവിഷൻ വെച്ചാണ്, എന്ത് ഐറ്റംസ് ആണ് ഇൻക്ലൂഡിങ് പെൻ, ഒരു 10 മിനിറ്റിൽ വീട്ടിലെത്തും. അപ്പോൾ ഓഫ് കോഴ്സ് ആ കടകാർക്ക് ഫ്രസ്ട്രേഷൻ കൂടൂല. അവർ എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഉബർ ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അതിലും തീർച്ചയായിട്ടും കേക്ക് ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ സാർ. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ ചാനലിൽ. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തേക്കുന്നത് കസ്റ്റമർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കസ്റ്റമറെ കാണിച്ചു കൊടുക്കണം കേക്കിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. കസ്റ്റമർ വലിയ ഇതൊന്നും ഇല്ല, സിമ്പിളായിട്ട് മിണ്ടാതെ പോയി. ചില കസ്റ്റമർ പറയാറുണ്ട് ലിക്കർ മേടിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞ ഐ വോണ്ട് ബൈ. ഇഫ് യു വോണ്ട്, നിങ്ങൾ വണ്ടിയിൽ കയറി നിങ്ങൾ ലിക്കർ വേണി എടുത്തോ, പക്ഷെ ഐ വോണ്ട് ബൈ ലിക്കർ ഫോർ യു. ലിക്കർ, സിഗരറ്റ് അത് പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. ലിക്കർ ചോദിക്കുമ്പോൾ അവര് എങ്ങനെ ലിക്കർ മേടിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയണത് സാറേ 1/2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും, നല്ല തിരക്കാന്ന് പറയും. അപ്പോൾ ആ ക്യൂ നിൽക്കണേന് തരാം. എത്ര രൂപ വരും? 50 രൂപ തരാം. 50 രൂപ 500 രൂപ ആണെങ്കിൽ ഞാൻ ഇപ്പൊ സെറ്റാക്കി തരാം. അപ്പൊ 500 രൂപ 2 കോട്ടർ മേടിക്കാം. പോടാ, അങ്ങനത്തെ ചില കേസസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറവാ അങ്ങനത്തെ കേസസ്.
അങ്ങനത്തെ അയ്യോ മൂന്നാറിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഈ ചില ഏതെങ്കിലും റിസോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പം നമുക്ക് എന്തെങ്കിലും കുപ്പി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാർ ടൗണിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ഓട്ടോയിൽ കൊണ്ട് റിസോർട്ടുകളിൽ കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓട്ടോക്കാരുണ്ട്. അവരുടെ മെയിൻ പരിപാടി അതാ. അത് ഇവിടുത്തെ പോലെ അവരെല്ലാ റിസോർട്ടുകളും നമ്പർ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഇവന് സാധനത്തിന് പൈസ ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഹോട്ടലുകാരായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇവർ കറയി മൂന്നാർ ടൗണിലാണ്. അവിടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ, ബിവറേജ് ഉള്ളൂ, നടവേറൊന്നും ഇല്ലല്ലോ. അപ്പം മൂന്നാർ ടൗണിൽ അയാൾ അവിടെ പോയി വാങ്ങിക്കും. എന്നിട്ട് ആ ആൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ ഹോട്ടൽ 10-15 കിലോമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, പുള്ളി അവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സാധനം തരും. ഭയങ്കര സ്നേഹമായിരിക്കും, പൈസയും കൊടുക്കുക പുള്ളിക്ക്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അവര് അതിനെന്താ മോശം എന്താ, ഒരു പണിയെടുക്കുന്നു. ഇനി അതല്ല, നീ ഹോളിഡേക്ക് വന്ന സമയത്ത് നീ 2 മണിക്കൂർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോവും. അപ്പൊ അങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഊബർ ഡ്രൈവേഴ്സും അതുപോലെ ചെയ്യുന്നുണ്ട്. അല്ലേ, ഇതുപോലെ ജോബ് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗി സൊമാറ്റോ പിള്ളറാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഈ മദ്യമൊക്കെ സ്വിഗ്ഗി വഴി വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ സിമ്പിളാണ്. പിടിച്ചോണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട് അല്ലേ? അതെ, കുറെ ആൾക്കാർക്ക് ജോലി ഉണ്ടാവും. I mean, especially സ്വിഗ്ഗിയില് അവിടെ 20 rupees ഡെലിവറി എക്സ്ട്രാ ചാർജ് ആണ്. 20 അല്ല 100 എക്സ്ട്രാ വാങ്ങിച്ചാലും സാധനം ആൾക്കാർ റെഡി ഉണ്ടാവും. അവർക്ക് ഇൻകം ആയി. ഗവൺമെന്റ് ക്യാൻ ഡു ദാറ്റ്. ഇൻകം ആയി. ഞാൻ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണി പോയിട്ടുണ്ടായിരുന്നു. വേളാങ്കണ്ണി പോയപ്പോൾ ഒരു എർട്ടിഗാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞാൻ ഊബർ ഓടുന്നതാണല്ലോ. 7 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങൾ ട്രിപ്പ് പോയതാ. അപ്പോൾ അങ്ങനെ ഊബർ ബുക്ക് എർട്ടിഗ വന്നു. എർട്ടിഗ വന്നു കഴിഞ്ഞപ്പോൾ ചേർത്തലല്ലേ ചേട്ടൻ. ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട്, ഓട്ടോ എങ്ങനെയുണ്ട്? മോനെ റേറ്റ് ഒക്കെ കുറഞ്ഞ് എക്സെല്ലിൻ്റെ റേറ്റാണ്. നിനക്ക് എത്ര കാണിച്ചതെന്ന് പറഞ്ഞാൽ 400 rupees കാണിച്ചത്. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 250 അത്രയല്ലേ കിട്ടുള്ളൂ. അതായത് പള്ളുരുത്തിയിൽ നിന്ന് ജസ്റ്റ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ അറൗണ്ട് 600-700 rupees ഉണ്ടായിരുന്നതാണ്. ഈ സ്ഥാനത്ത് ഇങ്ങനെയായി. അപ്പോൾ പുള്ളി സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പനിയാണ് ആൾക്കാരുടെ അടുത്തൊക്കെ ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ബാഗ് വന്നിട്ട് വീട്ടിലെ അച്ചാർ, വീട്ടിലെ അച്ചാർ 50 രൂപ. സൈഡ് ബിസിനസ് കയറുന്ന കസ്റ്റമറുടെ അടുത്ത് നെല്ലിക്ക അച്ചാർ അങ്ങനത്തെ മേടിച്ച് സൈഡ് ബിസിനസ് ആയത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞാൻ ഇതെല്ലാം കണ്ടായിരുന്നു പേപ്പറിൽ. ഒരാള് സ്വിഗ്ഗി ഡെലിവറി ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂടാതെ ഹിൽ ബുട്ട് റെസ്യൂംസ് ഓൾസോ. അപ്പോൾ കമ്പനീസ് പോകാൻ സമയത്ത് പുള്ളിയുടെ റെസ്യൂം കൊടുക്കും. ഇന്ന് സോ ആൻഡ് സോ ദ കമ്പനി വിൽ ബെനിഫിറ്റ്. ഓക്കെ, ഹീസ് വർക്കിംഗ് ഓൾസോ ആൻഡ് ഈസ് ഗിവിങ് റെസ്യൂംസ് ഓൾസോ. സോ ഒരു ബെറ്റർ ഇതായിരിക്കും. ഡെഫിനറ്റ്ലി ഫാമിലി ടാക്സി ഡ്രൈവർ ഒരു നല്ലൊരു കമ്പനി സ്റ്റാഫാണെങ്കിൽ, സോ ഐ ക്യാൻ ഗിവ് ഹിം മൈ റെസ്യൂം. സി ഐ എം വർക്കിംഗ് സോ ആൻഡ് സോ, ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. സോ ഹി വിൽ ലുക്ക് അറ്റ് മീ. Okay, yeah, he's working also and is efficiency also. അപ്പോൾ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. അത് മാക്സിമം മുംബൈ ബാംഗ്ലൂരിലെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ല ഇവിടെയും വേണം, വർക്കൗട്ട് ആവും. ഈ കൊച്ചിയിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാ? ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ടൈമിംഗ് ആണ്. ഒരേ ടൈമിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന ടൈമിംഗ് ഉണ്ടെങ്കിൽ 10 മണി വരെ ഏകദേശം ട്രിപ്പുകൾ വരുന്ന സമയമാണ്. 10 മണി കഴിഞ്ഞ് പിന്നെ ട്രിപ്പുകൾ പയ്യെ കുറയാൻ തുടങ്ങും. ഒരു ഉച്ച ടൈം 12 മണി തൊട്ട് ഒരു 3 മണി വരെ ഏതെങ്കിലും മരത്തണൽ നോക്കുക, കിടന്നുറങ്ങുക. റെസ്റ്റിംഗ് ടൈമാണ്. ആണോ? കൂടാതെ പർട്ടിക്കുലർ ലൊക്കേഷനാണ് ഈ കാക്കനാട് ഇൻഫ്രോ പാർക്ക് ഏരിയ. ബിറ്റ്വീൻ 4 to 7 അതാണ് പീക്ക് ടൈം. ആ ടൈം പർട്ടിക്കുലർ അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് എടുത്ത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% കിട്ടും. ട്രിപ്പ് 100% കിട്ടും. 12 ഒരു 5 മണി വരെ ട്രിപ്പുകൾ ശോകമായിരിക്കും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പുകൾ. രാത്രി ആണെങ്കിലോ? രാത്രി അല്ല, ഒരു 10 മണി വരെയൊക്കെ കാക്കനാട് ഏരിയ എന്നൊക്കെ ട്രിപ്പ് ഉണ്ടാവും. പക്ഷെ വണ്ടികൾ കുറവായിരിക്കും, അവിടെ ബ്ലോക്ക് കൂടും. ഇനി ഏറ്റവും മോശമുള്ള ട്രിപ്പ് ഏരിയ ആൽവേ സൈഡാണ്. ആൽവേ, പെരുമ്പാവൂർ സാധനം ട്രിപ്പ് കിട്ടൂല. പറൂർ, നോർത്ത് പറൂർ ആ സൈഡ് പോയാൽ തീരെ പോകാൻ ഇഷ്ടമല്ലാത്ത ഏരിയ ഏതൊക്കെയാണ്? നോർത്ത് പറൂർ, ആൽവേ, തിരിച്ചു വരാൻ കിട്ടില്ല അല്ലേ? പിന്നെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കയ്യിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്ത് റോറോ സർവീസ്, അതായത് ജങ്കാർ കയറി ഫോർട്ട് കൊച്ചി വന്ന് ഏതെങ്കിലും മരത്തണലിൽ കിടക്കും. ഹോട്ടലിൽ നിന്ന് ഒക്കെ കയറ്റിയാണ് അടിമകളുണ്ടാവും. അവിടെ നിന്ന് ചിലപ്പോൾ ആലപ്പി അങ്ങനെയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് ചെയ്യാറ്. കയ്യിൽ നിന്ന് കുറച്ച് പൊട്ടാറുണ്ട് സത്യത്തിൽ.
ഇതൊരു നാക്കാണ്. ഓടിക്കഴിയുമ്പോൾ അതിന്റെ ഒരു സംഭവം. ആദ്യം വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ദൈവം ഇത് എവിടെ പോയി കിടന്നല്ല ട്രിപ്പ് കിട്ടുന്നത് അറിയില്ലല്ലോ. ജസ്റ്റ് ഓണാക്കിയിട്ട് കറങ്ങി, പിന്നെയും കറങ്ങി, പിന്നെയും കറങ്ങി 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 രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങി. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഞാൻ തിരക്ക് കണ്ടിട്ടുള്ളത് തായ്ലൻഡില്ല, ബാങ്കോക്കിലൊക്കെ. നമ്മളൊരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതിന് 2-3 കിലോമീറ്റർ മുമ്പ് തന്നെ അവൻ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടാവും. മിനിമം ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും അവൻ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ടാവും. ഞാൻ എത്ര അടുത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ, അവനിങ്ങനെ നോക്കും. ഗ്രാബിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കി ഏത് എടുക്കണേ ഓപ്ഷൻസാ. അത്രയും വണ്ടികളും ഉണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. ഇങ്ങനെ നോക്കി ഇതിന് തെരഞ്ഞെടുക്കാം ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഓപ്ഷൻ. നമ്മള് ശരിക്കും പറഞ്ഞ ബിഫോർ ട്രിപ്പ് എൻഡിങ് ട്രിപ്പ് വേണല്ലേ, ഒരു ലോട്ടറി പോലെയാണ് ഞങ്ങളേക്ക്. ഈ ബാങ്കോക്ക് എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ഈ ഗ്രാബിന്റെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. കൊച്ചിയിലില്ലല്ലോ, ഊബർ സോൺ ഇല്ലല്ലോ. ബാംഗ്ലൂരൊക്കെ ഉണ്ട്, ബാംഗ്ലൂർ, മുംബൈ, എല്ലായിടത്തും ഉണ്ട്. കൊച്ചിയിൽ ആ പരിപാടി ചെയ്തിട്ടില്ല. ബാങ്കോക്കിൽ, തായ്ലൻഡിൽ ബാങ്കോക്ക് എയർപോർട്ടിൽ പുറത്തിറങ്ങി വന്നാൽ ഗ്രാബിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഈ ഊബർ സോൺ പോലെ തന്നെ ഗ്രാബിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അവിടെ പീക്ക് ടൈമിലൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ മിനിമം ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഒരു ടാക്സി കിട്ടണമെങ്കിൽ. 20-20 കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു ആൾക്കാർ അതേപോലെ നിൽക്കുക, വണ്ടി ഇങ്ങനെ വരുന്നു പോകുന്നു. അവിടെ വണ്ടിയിൽ സാധനം എടുത്ത് വെക്കാൻ അവിടെ ഗ്രാബിൻ്റെ സ്റ്റാഫുണ്ട്, അവർ വണ്ടിയിൽ സാധനം എടുത്ത് വെച്ച് തരും. അതായത് അറ്റ് എ ടൈം ഒരു മിനിമം 20-30 വണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ടാവും, വരികയും പോവുകയും ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മളൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്താലേ ചില സമയത്ത് പീക്ക് ടൈമിൽ അവിടെ നിന്ന് വണ്ടി കിട്ടുള്ളൂ. അതേ സമയത്ത് അപ്പുറത്ത് മറ്റേ ടാക്സി ഉണ്ടാവും, ബാക്കിയുള്ള സംഭവം ഉണ്ടാവും. ഇനി മറ്റ് വണ്ടികൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു റീസൺ ഇതെല്ലാം ഇപ്പം ക്യാഷ്ലെസ് ആയി മാറി. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഇപ്പം ക്യാഷ് കൺവേർട്ട് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ബാങ്കോക്കിൽ പോയി ഇറങ്ങുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകാറില്ല. എല്ലായിടത്തും ഇപ്പോൾ ഗ്രാബ് ഉണ്ടെങ്കിൽ ജീവിക്കാം എന്നുള്ള അവസ്ഥയാണ് അവിടെ. ചൈനയിൽ പോയി കഴിഞ്ഞാൽ ദീദിയോ വീചാറ്റോ ഉണ്ടെങ്കിൽ ജീവിക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഫോൺ പേ, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ജീവിക്കത്തില്ലേ, എന്ത് ചെയ്യത്തില്ലേ, പൈസ വേണോ? അതേപോലെ തന്നെയാണ് അവിടെ. ഫോൺ പേ വഴി വേണമെങ്കിലും ടാക്സി ബുക്ക് ചെയ്യത്തില്ലേ, അതേപോലെയാണ് ഈ ചൈനയിലെ കൺസെപ്റ്റും ഗ്രാബും ഒക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി പൈസ കൺവേർട്ട് ചെയ്യാൻ ഡോളർ കൊടുത്ത് അവിടുത്തെ ലോക്കൽ കറൻസി വാങ്ങാനൊന്നും നിൽക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യും, പുറത്തിറങ്ങി ടാക്സി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ക്യാഷ് കൊടുക്കണം. എല്ലായിടത്തും മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവില്ല പല സ്ഥലങ്ങളിൽ. ഇവിടെ എത്ര പേര് മെഷീൻ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്? ഗൂഗിൾ പേ ഉണ്ട്, നമുക്ക് ആ സിസ്റ്റം ഉണ്ട്. അവർക്ക് ആ സിസ്റ്റം ഉണ്ടെങ്കിലും ഇവിടെ ഇന്ത്യൻ ഒരു ഫോറിനർ വന്നാൽ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെയാണ് ഈ ഫോറിനേഴ്സ് കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ആ ക്യാബ് ബുക്ക് കഴിഞ്ഞാൽ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും, വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. പിന്നെ നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെഷീനോ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ പല സ്ഥലത്തും ഞാൻ ടാക്സിക്കാരെ തന്നെ കണ്ടിട്ടുണ്ട്. ഗൾഫിലൊക്കെ ഉണ്ട്. ഗൾഫിൽ അവിടെ എല്ലാവരുടെയും മെഷീൻ ഉണ്ടല്ലോ, അത് പിന്നെ അവിടെ കുത്തകയാണല്ലോ. അത് അവർ പറയുന്ന സംഭവമാണ്. ഇവൻ ഊബർ ബുക്ക് ചെയ്താൽ പോലും വരുന്നത് അവരുടെ തന്നെ വണ്ടികളൊക്കെ തന്നെയായിരിക്കും. ഊബർ എക്സ്പെൻസീവ് ആണ് അവിടെ, അവിടുത്തെ വണ്ടികളെക്കാട്ടി എക്സ്പെൻസീവ് ആണ് അവിടെ. ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. അത് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ് ഡ്രൈവേഴ്സ് ആർ ലൈക്ക് ഹയർഡ് ഡെയിലി ബേസ്ഡ്. അതാണ് തന്നെ അറിഞ്ഞേ എനിക്ക്. അതെ, അത് കംപ്ലീറ്റ് ഗവൺമെന്റ് കൺട്രോളാണ്. ശരിക്കും അതൊക്കെ ഭയങ്കര സിസ്റ്റമാണ്. ഇവിടെ ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെഗുലേഷൻസ് പാലിക്കപ്പെടുന്നില്ല. ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് പേരിന് മാത്രമാണ്, അപ്പോൾ അത് പാലിക്കപ്പെടുന്നില്ല. അങ്ങനെ പാലിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളും പാസഞ്ചേഴ്സും ആരും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ബുദ്ധിമുട്ടില്ല, ഓഫ്ലൈൻ ടാക്സിക്കാർ ബുദ്ധിമുട്ടില്ല, പാസഞ്ചേഴ്സും ബുദ്ധിമുട്ടില്ല, ആരും ബുദ്ധിമുട്ടില്ല, സർവൈവ്. ഈ റെഗുലേഷൻസ് എന്ന് പറയുന്നത് നടപ്പാക്കാൻ വേണ്ടിയാണ്. അത് നടപ്പാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ ഈസി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതെ, കറക്റ്റ്. സമാധാനത്തോടെ പോകും. ഫസ്റ്റ് തിങ് ഈസ് ദ റെഗുലേഷൻ ആൻഡ് ദ ഫിക്സ്ഡ് റേറ്റ്. എന്തായാലും കൊള്ളാം, സന്തോഷം വിളിച്ചപ്പം വന്നതിൽ. കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇനിയും കുറേ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഇനി പറയാനുള്ളത് നമ്മുടെ ഊബർ ഡ്രൈവേഴ്സിനെ ചൂഷണം ചെയ്യണ കുറച്ച് കഥകളും കൂടി ഉണ്ട്. പറഞ്ഞോ. ഇതിൽ പറയാൻ ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ സാർ പറഞ്ഞായിരുന്നില്ല, ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ വിളിച്ചപ്പം തന്നെ വരും എന്നുള്ള രീതിയിൽ. അത് ഒരു ഊബർ, അതായത് ഓൺലൈൻ ടാക്സി ഡ്രൈവർ, ആളുടെ ഒരു ട്രിപ്പ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുടെ റേറ്റിംഗ് കുറയും. മനസ്സിലായോ? റേറ്റിംഗ് കുറയും. ഇൻ കേസ് അത് എടുത്തിട്ട് ക്യാൻസലാക്കി കളഞ്ഞാൽ ക്യാൻസലേഷൻ റേറ്റ് കുറയും. പിന്നെ ആൾക്കൊരു 2-3 ട്രിപ്പുകൾ നോക്കണ്ട, അടുത്തുള്ള ആൾക്കാർക്കായിരിക്കും പ്രയോറിറ്റി.
അങ്ങനെ പോകും. അപ്പം മെമ്പർഷിപ്പ് കിട്ടിയേക്കണതും ഇപ്പോൾ എടുത്തേ കിട്ടണമെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ ക്ലിക്ക് ചെയ്യണ ടീമായിരിക്കാം, അതായിരിക്കാം മെമ്പർഷിപ്പ്. അത് കസ്റ്റമേഴ്സിനെ പിഴിയണ സീൻ. മനസ്സിലായോ? അതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അതും കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു സാറിൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ ഡ്രൈവർക്ക് റേറ്റിംഗ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് റേറ്റിംഗ് ഇല്ലേ? ഉണ്ട്. പക്ഷെ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. കസ്റ്റമർ റേറ്റ് എത്ര ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. ഇസ് ദ ഡ്രൈവർ റേറ്റിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ്. പറയാം കസ്റ്റമർ ഓഫ് കോഴ്സ് ഈസ് ദ കസ്റ്റമർ റൈറ്റ്. അപ്പോൾ അവർക്ക് എത്ര നെഗറ്റീവ് റേറ്റിംഗ് ആയാൽ ഇറ്റ്സ് നോട്ട് എ ഇഷ്യൂ. ഡ്രൈവർക്ക് നെഗറ്റീവ് റേറ്റിംഗ് ആണ് ഇഷ്യൂ. കസ്റ്റമറല്ലേ, ഈസ് ദ കമ്പനിക്ക് കൊടുക്കണ ഇൻകം കസ്റ്റമറല്ലേ. സോ കസ്റ്റമർ റേറ്റിംഗ് ഇസ് നോട്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് തന്നെ കസ്റ്റമർക്ക് ഇത്തിരി വയലൻറ്റ് ടെററായിട്ടുള്ളൊരു കസ്റ്റമറായി കയറണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നല്ല രീതിയിൽ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഊബർ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി പോകും. അത് ബ്ലോക്കായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല. നിങ്ങളുടെ അക്കൗണ്ടോ? നമ്മ ഈ 7 ലക്ഷം 8 ലക്ഷം രൂപ വണ്ടി എടുത്ത് ഈ ഓൺലൈൻ ഓടാൻ ഇറങ്ങി, ഊബർ അക്കൗണ്ട് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വണ്ടി കൊണ്ടേ വിൽക്കാനും അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പുറകെ നടക്കണം. മീൻസ് കൊച്ചിയിലെ ഊബർ ഓഫീസിൽ ചെല്ലേണ്ടി വരും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പറയും ഞാൻ കേട്ടേക്കണാണ് അവിടെ അപ്പം തന്നെ ബാംഗ്ലൂരേക്ക് പോകണം, എന്നാലേ നിങ്ങളുടെ അക്കൗണ്ട് ശരിയാവും. നിങ്ങൾ വണ്ടിയിലൊക്കെ ക്യാമറ വെച്ചിട്ടില്ലേ? ഇല്ലേ, ക്യാമറ വെച്ചിട്ടില്ല. 90% വെച്ചിട്ടില്ല. ഓൺലൈൻ ഡ്രൈവേഴ്സ് മസ്റ്റായിട്ട് വെക്കേണ്ട സംഭവമാണ്. ഡാഷ് ക്യാമറ അകത്തും പുറത്തും 90% ആൾക്കാർ വെച്ചിട്ടില്ല. അതെ, കാരണം പല രീതിയിലുള്ള സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. മസ്റ്റായിട്ട് വെക്കണം. നമ്മൾ ചില രാജ്യങ്ങളിൽ റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ അവർ കാണിക്കും വണ്ടിക്കകത്ത് ഡ്രൈവർ ക്യാമറയുണ്ട്, അതിൽ നിങ്ങളുടെ സൗണ്ടും ദൃശ്യങ്ങളും റെക്കോർഡിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് കാണിക്കും. കാരണം അത് അറിയിക്കണം എന്നുണ്ട്, പ്രൈവസി കൺസേൺസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത് ഡ്രൈവറുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഈ കയറുന്ന ആള് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്കൊരു തെളിവല്ലേ അത്? അതെ അതെ അതെ, ഊബറിനെ കാണിച്ചു കൊടുക്കാമല്ലോ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അവർ മേടിച്ചിട്ട് സാധനം ഡാമേജ് ആയി 1 വീക്കിൽ റിട്ടേൺ ആയി. ശരിക്കും അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നമ്പർ ആപ്പിൽ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് പറഞ്ഞിട്ടുണ്ട് സ്ട്രീം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ സ്ട്രീം അങ്ങനെ ഇല്ല, ക്യാം ഞങ്ങൾ ഇടാം. വി ക്യാൻ പുട്ട് ക്യാം ഇടാം. പക്ഷേ കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ യൂബർ ഞങ്ങൾ ബ്ലോക്ക് ആക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിന് റെക്കോർഡ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഡാഷ് ക്യാം ആണ് വെക്കുന്നത്. ഡാഷ് ക്യാമിൽ വണ്ടിയുടെ പുറത്തെ ദൃശ്യങ്ങളും അകത്തെ ദൃശ്യങ്ങളും ശബ്ദവും റെക്കോർഡാവും. പുറത്തൊരു അപകടം നടന്നാൽ അത് റെക്കോർഡാവും, നിങ്ങൾക്ക് തെളിവ്. അകത്ത് നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അകത്ത് ക്യാമറ വെച്ചിരിക്കുന്നത്. ക്യാമറ വെക്കണ്ടെന്ന് ഊബർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ അതെടുത്ത് ഇപ്പോൾ മറ്റേ സർക്കാർ തിയേറ്ററിലെ ദൃശ്യങ്ങൾ പോൺ സൈറ്റിൽ വന്ന പോലെ ഇടാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ അത് ആൾക്കാർ അത് ഡൗട്ട് ആവില്ല. സോ സംടൈം യങ് ലേഡീസ് ആയിരിക്കും, ചിലപ്പോൾ ചില ഡ്രൈവേഴ്സ് അത് റെക്കോർഡിങ് മിസ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഇസ് നോട്ട്. പിന്നെ കസ്റ്റമർക്ക് സേഫ്റ്റിക്ക് വേണ്ടി തന്നെ മറ്റേ ഒരു എമർജൻസി ബട്ടൺ കൊടുത്തിട്ട് അതൊക്കെ ഉണ്ടോ? കോമഡി ഉള്ളതൊക്കെ അല്ല, ഒരു ബട്ടൺ ഉണ്ട്, അതാണ് ഈ ഫോൺ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യും. അതിലൊരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് യൂബറിൽ ഇപ്പോഴോ? തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് റെക്കോർഡ് ആയിരിക്കും, പക്ഷെ ഫോൺ ഹാങ് ആവും. ആ റെക്കോർഡിങ് ഞങ്ങൾ കാണാൻ പറ്റില്ല, യൂബർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓ, പക്ഷേ വണ്ടിയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഒരു യൂസ് ഇല്ല. കസ്റ്റമർ തന്നെ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ഞാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിൽക്കാം. ഇപ്പൊ ഇൻ കേസ് നമ്മ ഡ്രൈവിംഗ് ഊബർ വെച്ച സാധനമാണോ? അല്ല, നമ്മ ഇപ്പൊ അത് ഗവൺമെന്റിന്റെ റൂളാണ്. ഞങ്ങളെ ഈ ഫോൺ ഇങ്ങനെ ഞങ്ങളെ ഡാഷ് അവിടെ ഉണ്ടാവില്ല, ആ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ്. ഞാൻ ഊബറിന്റെ കാര്യമല്ല ചോദിച്ചു പറഞ്ഞു, ഞാൻ വണ്ടീന്റെ ഉള്ളിലുള്ള GPS ഇല്ലേ, GPS അത് വേസ്റ്റ് ഓഫ് മണിയാണ്, ആബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് മണി. അത് GPS മാത്രം വെച്ചിട്ടുള്ളൂ. ഞങ്ങളെ ഡ്രൈവർക്ക് വെറുതെ ഒരു കാശ് ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം 6,000 to 10,000 ഞങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം. അത് ഈ പണ്ട് മറ്റേ സ്പീഡ് മറ്റേ എന്താ പറയാ സ്പീഡ് എന്തായിരുന്നു, സ്പീഡ് കട്ട് ചെയ്യുന്ന സാധനം സ്പീഡ് ഗവർണർ വെക്കുന്ന പറയുന്ന പോലെ വർക്കിംഗ് ആണ്. പക്ഷെ ഈ GPS എന്തിലിട്ടിരിക്കണ ഒരു ഐഡിയ ഇല്ല. നിങ്ങളുടെ വണ്ടികളിൽ സ്പീഡ് ഗവർണർ വെക്കണം എന്നുണ്ടോ? വെച്ചിട്ടുണ്ടോ? എത്ര ലിമിറ്റ് 1,500 ആ റേറ്റ് വരും. അതിന് എത്ര സ്പീഡാണ് ലിമിറ്റ് ചെയ്തേക്കുന്നത്? 80 കിലോമീറ്റേഴ്സ് മാക്സിമം. അതിന് മേലെ പോകാൻ പാടില്ല, കട്ട് ചെയ്തിട്ടേ. ശരി.
ടാക്സി വണ്ടികൾ 80-ൽ മേലെ പോകാൻ പാടില്ല. ഏത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണെങ്കിൽ എനി ട്രാൻസ്പോർട്ട് 80-ലെ മേലെ പോകാൻ പാടില്ല. ഓക്കെ, അതാണ് റൂൾസ്. ഞാൻ പണ്ടൊരു റെന്റ് കാർ എടുത്താണ് അവിടെ ഗുജറാത്തിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ഈ എക്സ്പ്രസ് ഹൈവേയിലൂടെ 80-ലിട്ട് ഉരുട്ടി. ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ, ചില വണ്ടികളിൽ അങ്ങനെയുണ്ട്. അതാണ് ഇഷ്യൂ. അതാണ് ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേ അല്ലേ ഇങ്ങനെ. അതെ, ഇപ്പോൾ നമ്മൾ പുതിയ ഹൈവേ കയറിയുമ്പോൾ വയനാടൊക്കെ ആയിട്ടുള്ള പാക്കേജ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ ഇങ്ങനെ 80, ബാക്കി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇപ്പോൾ പക്ഷേ ലിമിറ്റ് ആയതിൽ 80 കിലോമീറ്ററിൽ കൂടുതൽ പോകാനും പാടില്ല ഹൈവേയിൽ. അങ്ങനെയാകുമ്പോൾ വഴി ആക്കിയാലോ, 100 ആക്കും പതുക്കെ. ആക്കിയാവും. അല്ല പക്ഷെ ടാക്സി 80 ഞങ്ങളെന്നാലും പയ്യെ ഇങ്ങനെ പോകണ്ടാവും. അതൊരു സേഫ്റ്റിയാണ് സത്യത്തിൽ. ഈ കൊച്ചിയിലൊക്കെ മാക്സിമം 80 തന്നെയാണ്. പക്ഷെ വലിയ ഹൈവേ കയറി 80-ലിട്ട് ഓടിക്കുമ്പോൾ ഉറക്കം വരും. പിന്നൊരു കാര്യമുണ്ട്, ഈ ഓടിക്കുന്ന വണ്ടികൾ ഇപ്പം വാഗണർ 80-ൽ ഓടിക്കുന്ന പോലെ അല്ലല്ലോ വലിയൊരു വണ്ടി 80-ൽ ഓടിക്കുന്നത്, ഇല്ലേ? അതിൽ വ്യത്യാസമുണ്ടല്ലോ. ക്രിസ്റ്റ 80-ൽ ഓടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, വാഗണർ 80-ൽ ഓടിക്കും ശരിക്കും അറിയും. അപ്പം അങ്ങനെ ഉണ്ടല്ലോ. ഒരു കസ്റ്റമർ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു പുള്ളി, ഏതോ തമിഴ്നാടുകളിൽ പോയായിരുന്നു. 80 കിലോമീറ്ററിലാണ് പോയിരുന്നു പുള്ളി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കസ്റ്റമർ ചോദിച്ചു വൈ യു ഡ്രൈവിംഗ് അറ്റ് 80? നോ, ഐ ക്യാൻ ഓൺലി ഡ്രൈവ് അറ്റ് 80 ഓൺലി. അതിൽ മേലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഗോവിന്ദ് ജി ആൻഡ് ഫെബിൻ ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ഭക്തൻ. അപ്പോൾ താങ്ക് യു കൊച്ചി റൈഡേഴ്സ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീഡിയോ എടുക്കുക, കാച്ചിക്കോ.